Hello guys, welcome to Tamil Pasanga Reaction. ஸோ இன்றைக்கி பார்த்தீங்கன்னா நம்ம ஒன் ஆஃப் த ஃபேவரட் டேரக்டர் ப்ளஸ் ஆக்டர் அவரோட மூவி தான் வந்து பார்க்க போகிறோம். யாரா? ஸோ இந்த படம் வந்து நிறைய வாட்டி சஜஸ்ட் ஆச்சு. ஆமாம், கமலில் சஜஸ்ட் ஆச்சு. சொல்லுடா. அண்ட் வந்து இல்லை இந்த படத்தில் இருக்கிற ஒரு பாட்டு வந்து நிறைய ரீல்ஸ்லலாம் பயங்கர ஃபேமஸ். சொல்கிறேன். ஸோ இன்றைக்கி நம்ம பார்க்க போகிற படம் என்னென்னு பார்த்தீங்கன்னா ஃபேலிமி. ஓ. ஸோ இந்த படத்தை யார் டைரக்ட் பண்ணியிருக்கா அப்படின்னு பார்த்தீங்கன்னா நிதிஷ் சஹாதேவ். இந்த படத்தோட ரைட்டர் அவர் தான் நிதிஷ் சஹாதேவ் அண்டு சஞ்சோ ஜோசப். ஸோ இந்த படத்தோட காஸ்டிங் யார் அப்படின்னு பார்த்தீங்கன்னா ஸ்டார்டிங் பெசில் ஜோசப், எஸ், ஜெகதீஷ், மஞ்சு, அபிராம், ராதாகிருஷ்ணன், போலோராம் தாஸ். ஸோ இன்னும் நிறைய பேர் இருக்காங்க. ஆனால் வந்து இவங்க தான் ஹைலைட் பண்ணி. ஆமாம், கிளிக் பண்ணால் இன்னொரு பேஜ் போச்சு. ஸோ இந்த படத்தோட ஜானர் ஒரு ஒன்லைன் என்ன தெரியுமா? காமெடி தானா? நம்ம சேனல் கொஞ்சம் காமெடி ஒர்க் அவுட் ஆகும். ஆனால் இந்த படத்தோட காமெடி நம்மளுக்கு ஒர்க் அவுட் ஆகுதான்னு பார்க்கணும். ஸோ ஓகே, ஸோ இது அந்த படத்தோட காஸ்டிங், ஒன்லைன் எல்லாமே. ஸோ இதுக்கப்புறம் நம்ம ஃபேமிலி பாப் ஃபெலிமி பாப். ஃபஸ்ட்டு ஃபெலிமினா என்னதுடா? താത്ത അങ്ങനെ എസ്കേപ്പ് പോരാ? മൂന്നാമത്തെ ഓട്ടമാണ്. വീട്ടോട്ട് ഓടി പോരാ. എന്താണ് എൻ്റെ പ്രശ്നം? നീ എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് പോയി തിരിച്ചു പോകുന്നത്. നീ കുടുംബത്തിൽ പോടാ. ഇപ്പൊ 2 മിനിറ്റ് ഞാൻ വൈകിരുന്ന കാണായിരുന്നു. 200 ഓട്ടോയ്ക്ക് കൊടുക്കും. കുഴപ്പമില്ല, ഓട്ടോറ പരിപാടി ഉണ്ട്. ട്രെയിനിക്കാരനെ തൊട്ട് മുമ്പ് ചാടി പിടിച്ചോണ്ട് കൊള്ളാം, ഇല്ല കാണായിരുന്നു. டப்பிங் ஆர்டிஸ்டா? ஹிந்தி சீரியல் டப் பண்ணுறது. ஓ, ഞാൻ കൂടെ അവർക്ക് പേசுவேன். ഹാച്ചിക്കോ കഫേയിൽ നമ്മൾ ഇരുവരും മനസ്സ് തുറന്ന് ഹൃദയം കൈമാറിയപ്പോൾ ഇതുപോലൊരു നിമിഷം എൻ്റെ ചിന്തകളിൽ പോലും വന്നു. ഞാൻ ഒരിക്കലും ഈ ബന്ധത്തെ അലക്ഷ്യമായി എടുത്തിട്ടില്ല. മനസ്സിലായി. അത് வந்து அந்த வீடியோ ஃபார் டப்பு கொடுப்பாங்க. മതി കിട്ടി. വലിയ വലിയ നാട്ടിൽ വലിയ വലിയ ആൾക്കാരുടെ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നീ മാത്രമായിരുന്നു. നിന്നെക്കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ചിന്തകൾ. സുലോചന, അവിടെ എന്തിൻ്റെ കുറവായിരുന്നു? ഫുഡിന് ഫുഡ്, മരുന്നിന് മരുന്ന്, ഒരു പണിക്കും പോകണ്ട. ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് വിളിച്ചോടാണ് ഞാനൊക്കെ എന്നോ വിളിച്ചോടി പോയത്. ഓടി തള്ളിയാണ്. വെട്ടിയും കിടക്കെ കിടത്ത് എങ്ങോട്ട്? ദൂരയാത്രക്കൊക്കെ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? എവിടെയാണെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു തന്നെയല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി ഓടണം? നീയൊക്കെ അല്ലേ കുറെ കൊണ്ടുപോകും. എവിടെയെങ്കിലും ഒന്ന് പോയി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? നീ ഇങ്ങോട്ട് വന്നു. നീ എന്തിനാ അപ്പൂപ്പനെ കൊണ്ട് ഇങ്ങോട്ട് വന്നു? അത് ഓട്ടോയ്ക്ക് കൊടുക്കാൻ കാശ് കഴിയും. നീ എന്ത് മണ്ടനാണ്? അവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ, ഇപ്പൊ കറങ്ങി തരുന്ന 5 കിലോമീറ്റർ ആയല്ലോ. വേറെന്തേനെ പൈസ ഉണ്ട്. എന്തായാലും എത്ര ഉണ്ട്? അല്ല, എൻ്റെ ഒന്നും ഒരു കാര്യം ചെയ്യും, ഒരു 300 രൂപ. ബാക്കി ഞാൻ സംസാരിച്ച് സെറ്റ് ചെയ്യും. ആ UD ഡീറ്റെയിൽ വിഷയല്ലേ, UD ഉണ്ടല്ലോ. ആ UD നമ്മുടെ അച്ഛനല്ല, അൺവാണ്ടഡ് എക്സ്പെൻസ്. എത്ര ഏട്ടാ? 160. എൻ്റെ പൊന്നെ ഏട്ടാ, പ്രായമായ ഒരു സീനിയർ സിറ്റിസണാണ്. ബഹുമാനിച്ചില്ലെങ്കിൽ ഇങ്ങനെ പറ്റിക്കരുത്. 160 ഓട്ടോ ഒന്നുമില്ല. അപ്പോൾ ഒരു 130 രൂപ കൊടുത്തേ. എൻ്റെ കാശൊന്നും പിന്നെ കാശിലാണ്. കാശിക്ക് പോകണം. കാശില്ലെന്നല്ലേ പറഞ്ഞു. നീ എന്തിനാണ് എൻ്റെ പറയുന്നത്? ഞാൻ അങ്ങ് പോകായിരുന്നല്ലോ. എന്നാ കേട്ടോ, പ്രായമായിട്ടും പിള്ള വിളിക്കും. എന്നാ ബാക്കി വെച്ചു. அவன்கிட்ட 300 வாங்கிட்டு 500 ரூபாய்க்கு டபேஸ் பண்ணிட்டான். அவரோட பயங்கரமாக கருப்பாக இருப்பாங்க. அவர் തവണ റെയിൽവേ സ്റ്റേഷനിൽ നിന്നത് ടിക്കറ്റ് വരെ എടുത്തു. ഞാൻ നിങ്ങളുടെ മൂത്ത മോനാണ്. 3 പ്രാവശ്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും അറിഞ്ഞിട്ടില്ല.
പണ്ട് കുറേ കറങ്ങി നടന്നിട്ടെന്നും പറഞ്ഞ് ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഏയ് ഇത് ക്യാൻസൽ ചെയ്താൽ പൈസ കിട്ടും. Nandish for birthday song. இல்லை ஓம் மாதிரி போமோ चलिए இந்த பாட்டு தானா? லேடி மட்டும் தான் ஒர்க் பண்ணிருக்காங்க இவ்வளோதுரா. லேடியும் இவர் மட்டும் தான். നിങ്ങളുടെ കസ്റ്റമർ കെയർ ഹെഡിൻ്റെ നമ്പർ ഒന്ന് തരാമോ? 10,000 രൂപ അങ്ങോട്ട് ഉരുട്ടി തന്നല്ലേ, ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ. ഇനി വീണ്ടും ഞാൻ 2,000 അടയ്ക്കണം. 360 ഡിഗ്രി കവറേജ് വെച്ചിട്ട് പാടെയാണ്. മാട്രിമോണി ആയിരുന്നല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു ആവശ്യത്തിന് രജിസ്റ്റർ ചെയ്തിടും, പിന്നെ ഒരു പുല്ല് നടക്കും. നീ വല്ല ടിൻഡറോ ബമ്പിളോ വല്ല ഇൻസ്റ്റാൾ ചെയ്തു? നീ അടുത്ത സീൻ. ഓക്കെ. ഹേ സുലോചന, നിന്റെയൊക്കെ പ്ലാന് വേണ്ടി ഞാൻ പഠിച്ചെടുത്ത ബുക്സ് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് കയറി വരാൻ നോക്കാം. ഞാൻ തിങ്കളാഴ്ച തൊട്ട് സെറ്റ് ആക്കാൻ ഒരു 6 മാസം നോക്കും, അതിനകത്ത് സെറ്റ് ആക്കും. ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു. അതെ, ഞാൻ എയർപോർട്ടിലേക്ക് രാവിലെ വരാം. വേണ്ട, ആ ഏരിയ പോലെ കണ്ടുപോകും. ആളിയല്ലേ ഇത്തവണ ആര് കണ്ട്? അപ്പുറത്തെ വീട്ടിലെ ലേത്ത അവളെ രമയെ വിളിച്ച് വിവരം പറഞ്ഞു. രമ പ്രസിൽ നിന്ന് ഇവിടുത്തെ കുരിപ്പിനെ വിളിച്ചു. സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് തിരിഞ്ഞപ്പോൾ ദേവം മുമ്പിൽ. എടാ, അവനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് വേണ്ടടാ കയറി പോവാൻ. ഞാൻ ആയിരിക്കേണ്ടിയിരുന്നു. എൻ്റെ ഒരു അവസരം കളഞ്ഞിട്ടാ വന്നേക്കുന്നു. ദേവന്മാരെങ്ങും പോകത്തുമില്ല, ബാക്കിയുള്ളവരും വിടത്തുമില്ല. എടാ വിട്, നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം. നീ അടുത്ത പ്രാവശ്യം പോകുമ്പോഴേ ഞാനൊരു 100 നോട്ട് വരും. റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ നല്ല ചൂട് പഴംപൊരി കിട്ടും. നീ ആണെങ്കിൽ ചൂടോടെ വാങ്ങിച്ചോണ്ട് വരും. എനിക്കത് ചൂടോടെ കഴിക്കുകയും ചെയ്യാം. പഴംപൊരി അല്ലടേ, ചൂട് വടാപ്പാവും. അത് ഇവിടെ നിന്നല്ല, അങ്ങ് കാശിയിൽ. ഇന്ന് 10 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ എല്ലാവരും ബാങ്കിലെത്തിക്കണം. പഠിക്കാൻ പോകണവനും ഉറങ്ങണവരും അല്ല, പറഞ്ഞേക്കാം. പ്രതികൾ ഈ ബാങ്കിലെ 73-16 നമ്പർ അംഗം ചന്ദ്രൻ, രമാചന്ദ്രൻ, അനൂപ് ചന്ദ്രൻ, അഭി ചന്ദ്രൻ. അതെ, പ്രസിൻ്റെ ലോൺ, ഗൃഹോപകരണ ലോൺ, കാർഷിക ലോൺ, സ്വർണ്ണപ്പണയം, ഇനി പുതിയതായിട്ട് എന്തെങ്കിലും എടുക്കാണ്ടോ? അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ മണ്ടന്മാരാണോ? ഇതൊരു സഹകരണ ബാങ്ക്, ഞങ്ങൾക്ക് സഹകരിക്കുന്നതിനൊക്കെ ഒരു പരിധി. ചേട്ടാ, ഞാൻ ഇപ്പോൾ ലോൺ അടച്ചോണ്ടിരിക്കുകയല്ലേ. ഒരെണ്ണത്തിൻ്റെ അറ്റവും മൂലയൊക്കെ അടച്ചിട്ട് എവിടെ തീരാനാണ്? ആ പ്രസ് അടച്ചിട്ട് എത്ര കാലമാണ്? അതൊക്കെ സമ്മതിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പറ. ചന്ദ്രേട്ട വിചാരിച്ച കാര്യം നടക്കും. ഈ അനാവശ്യ ബാധ്യത വലിച്ചു നീട്ടിക്കൊണ്ട് പോകാതെ അങ്ങ് ഒഴിവാക്കാമല്ലോ. എല്ലാം ശരിയാകാൻ പറ്റില്ല, ഞാൻ വിളിക്കാം. നിന്റെ അച്ഛനാ പ്രസവിക്കുന്ന എനിക്ക് തോന്നുന്നല്ലോ. നല്ല വിലക്കെടുത്ത് കാണണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നീ നോക്കും. എൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിരുമേ. ആദ്യം സുഖവണ്ണനെ വന്ന് കണ്ട്, പിന്നെ 5 പേരും കൂടെ എന്നെ വന്ന് കണ്ട്. എന്നിട്ട് എന്നെ ആര് കെട്ടി? സുഖവണ്ണനല്ലേ കെട്ടിയത്. അവിടെ മാമ കൊണ്ടുവന്ന ചക്കയാണ്, അവിടെ തേങ്ങ. അതുപോലെ ആലോചന കൂടെ മാറ്റി പിടിച്ചോണ്ട് വന്നൂടെ? അവിടെ പെമ്പിള്ളാരൊന്നും ഇല്ലേ? നിന്റെ UK കാര്യം എന്തായിടാ മോനെ? IELTS എന്തായാലും ഞാൻ പാസ്സാവും. പക്ഷെ അതിന് കുറച്ച് ഫണ്ട് വേണം, അത് അമ്മ തരും. ആദ്യം നീ നിന്റെ പരീക്ഷയുടെ ഫണ്ടിനെ കുറിച്ച് ആലോചിക്കും. അത് തന്നെ. എത്ര രൂപയാണ് ഫീസ് എന്നറിയാൻ നിൽക്ക്. ഓ ശരിയാ, എന്നാൽ നിങ്ങൾ സംസാരിച്ച് ചില്ലി, ഞാൻ പോയി പഠിക്കും. ആരിത്? ഏഞ്ചൽ ഒരാൾ വന്നിട്ടുണ്ട്. ആ, മോയിന്ന് നേരത്തെ വന്നാ? നേരവും കാലവും ഇല്ലാത്ത ജോലി ആയതുകൊണ്ട് കൊള്ളാം. പുതിയ ആലോചന വല്ലതും ഉണ്ടോ? നമ്മൾ അന്ന് കണ്ടില്ലേ ആ കൊച്ച്?
ഏത്? എടാ നമ്മളെല്ലാരും കൂടെ അന്ന് പോയി കണ്ടില്ലേ പൂജപ്പരയുള്ള അനക്ക. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു മക്കളെ, അതങ്ങ് നടത്തിയാൽ മതിയെന്ന്. അന്ന് അവരിവിടെ വന്ന് കണ്ടിട്ട് പോയതല്ലേടാ. അതെന്ത് മാമി ഇപ്പോൾ പെട്ടെന്നൊരു മനംമാറ്റം? അന്നേ അവർക്കത് താല്പര്യം ഉണ്ടായിരുന്നു. പറയാൻ കുറച്ച് സമയം എടുത്തെന്നല്ലേ ഉള്ളൂ. 3 മാസം. ഓ 3 മാസം. അന്ന് അവരിവിടെ വന്ന് കണ്ടിറങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാൻ താല്പര്യമില്ല. ആൾക്കാരുടെ മുഖം കണ്ടാൽ നമുക്കറിഞ്ഞു. എടാ അന്ന് ആ കൊച്ചിന് പരീക്ഷയായിരുന്നെന്ന്. ഇപ്പൊ അവൾ അത് എഴുതി പാസ്സാക്കി ടീച്ചറായെന്ന്. എൻ്റെ മാമി അന്ന് എനിക്ക് നമ്പറൊക്കെ തന്നെ വാട്സാപ്പിലുണ്ട്. എവിടെ? അനക്ക. അന്ന് ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ട് ഇങ്ങോട്ട് ഒരു അനക്കം പോലും. എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവരെൻ്റെ അവൾ അത് ശ്രദ്ധിച്ചു കാണൂലെന്ന്. മാമി എന്തറിഞ്ഞിട്ടാണ്? ഈ അടിയിലുള്ള നീല 2 ശരി മെസ്സേജ് കണ്ടെന്ന്. അതിൻ്റെ അർത്ഥം അവർക്ക് താല്പര്യമില്ലെന്ന്. ഇല്ലെങ്കിൽ ഒരു റിപ്ലൈ തന്നെ. ഓ 2 നീല ശരിയില്ലല്ലേ കാര്യം. നീ മനസ്സിരുത്തി ഒന്ന് ബലമായിട്ട് ആലോചിക്കും. രമേ ഞാൻ ഇന്ന് ഇറങ്ങട്ടാ. കളയാൻ ബുദ്ധിമുട്ടി കല്യാണം. ഇവിടെ ഉള്ള ഒരാൾക്കും ഒരു വെളിവില്ല. അമ്മയ്ക്കെങ്കിലും ചിന്തിച്ചു എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ് നടത്താൻ തോന്നുന്നു. 10-15 എണ്ണായി. എല്ലായിടത്തും കോമാളിനെ പോലെ ഉടുത്തൊരുക്കി പോയി ഫോട്ടോയും കഴിച്ച് വരാത്ത രസമുള്ള കാര്യമൊന്നുമല്ല. മെനക്കേട് തന്നെ. പിന്നെ പൂജപ്പുര അനക്കേടായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിച്ചല്ലേ. സാമാന്യ മര്യാദ ഉള്ളവരാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഫോൺ വിളിച്ചെങ്കിലും പറഞ്ഞു. കാശാണോ നിന്റെ പ്രശ്നം? ഞാൻ തരാം. ഞാനിപ്പോൾ അതാണല്ല പറഞ്ഞത്. നിങ്ങളോടൊക്കെ പറയാൻ വന്ന എന്നെ പറഞ്ഞ ഒരു ഡിഗ്രി പോലും ഇല്ലാതെ ഈ പണിയും വെച്ച് BEd കാര്യമൊക്കെ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യം. നമുക്ക് BEd കാര്യം എന്താകത്തില്ലേ? നമുക്ക് ഡിഗ്രി ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് എണീറ്റ് ജോലിക്ക് പോകുന്നുണ്ട്. അല്ലാതെ ഇവിടെ ബിവറേജിലും കറങ്ങി കള്ളു പിടിച്ച് നാടും ചുറ്റി നടക്കലല്ല. ഓ നിനക്ക് വലിയ കളക്ടർ ഉദ്യോഗമാണല്ലോ. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഞാൻ ഉണ്ടല്ലോ. നിങ്ങൾ ചുമ്മാരി അവൻ തോന്നുമ്പോ കേട്ടിട്ട്. നിനക്ക് ആദ്യം ഇഷ്ടമായിരുന്നല്ല, ഇപ്പൊ എന്ത് പ്രശ്നം? 3 മാസം താമസിച്ചതാ. കൂടെ പേരിന് അവിടെ ഒന്നും കണ്ടുപോയി. അവർക്ക് വേണമെന്ന് പറയുമ്പോൾ വേണം, അവർക്ക് വേണ്ടാന്ന് പറയുമ്പോൾ വേണം. അവരെന്നെ ഇപ്പൊ വിളിച്ചിരുന്നു വീണ്ടും. അവർക്ക് നല്ല താല്പര്യമുണ്ട്. ടീച്ചറാണേ മക്കളെ. മാമി പറയണമെന്ന് കേട്ടാ കൊള്ളാം. എനിക്കൊരു കാര്യം പറയാൻ. എന്ത്? അല്ല 10-15 പെണ്ണുള്ള കാര്യമല്ല. അപ്പോൾ ആസ് എ ബ്രദർ ഐ വോണ്ട് ടു ആസ്ക് യു, ആർ യു ഗേ? നീയൊന്നും പറഞ്ഞില്ല. അവരിത്ര സമയമെടുത്ത് ആലോചിച്ചല്ലേ. ഞാൻ ഒന്ന് ഇരുത്തി ആലോചിക്കട്ടെ. അനു മെസ്സേജ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് തൻ്റെ ആലോചന വരുന്ന സമയത്ത് ഞാൻ മെൻ്റലി ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. വീട്ടിലിപ്പോൾ വീണ്ടും ആലോചനയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. നേരത്തെ റിപ്ലൈ തരാത്തതിൽ ദേഷ്യമൊന്നും വെക്കണ്ട. ദേഷ്യം? ഞാൻ അങ്ങനെ ദേഷ്യക്കാരൊന്നുമില്ല. അത് പിന്നെ ഞാൻ കുറച്ച് ഡബ്ബിങ് തിരക്കുകളായി അങ്ങനെ. അത് പിന്നെ അന്ന് നമ്മൾ സംസാരിച്ചാണ്. പിന്നെ ഇവന് ടിൻഡറിൽ വല്ല മാച്ചും കിട്ടി. മാട്ടി കിച്ച് ഇത് ഡിഫറെന്റ്. ആ ഉഷ കിടന്ന് ഒരേ വിളി. അവരുടെ അടുത്ത് എന്തെങ്കിലും പറയണ്ടേ? അത് നിങ്ങളുടെ തീരുമാനമല്ലേ. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ട് എല്ലാ തീരുമാനം എടുക്കണ പോലെ തന്നെ ഇതുവരെ അങ്ങനെ തന്നെയല്ലേ എല്ലാ തീരുമാനം എടുത്തോണ്ടിരുന്നത്. അതാണ് നടക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നടക്കട്ടെ. ഇവന്റെ പറച്ചിലും പ്രവർത്തിക്കും. மீட் பண்ணிமாடா. ഇവിടെ അടുത്ത് വേറൊരാവശ്യത്തിന് വന്നാ. അപ്പോൾ ഇവിടെയാണല്ലോ. ഇവിടെ അടുത്ത് ഇവിടെ പാപ്പനംകോട് ജംഗ്ഷൻ. ഇവിടെ എപ്പോഴും ഉപ്പുമാവും കോഴിമുട്ടയൊക്കെ തന്നെ. അല്ല അതൊക്കെ മാറി. കണ്ടില്ലേ പുതിയ ലിസ്റ്റാ. ആ മെനു ഒക്കെ ആയ ഉണ്ട് കയറ്.
കിഡ്സ്. ഡബിംഗ് ഒന്നുമില്ലേ? ഡബിംഗ് ഉണ്ട് ഡബിംഗ്. अरे ये WhatsApp ജിമ്മിലോട്ടും പോ ചാടാതെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള சிம்பு பண்ணாத ஒரு இது இல்லை. பாட்டு நல்லா இருக்கு. കല്യാണം കേട്ടിട്ട് നമുക്ക് കാശിക്ക് പോവാം. ഞാൻ കൊണ്ടുപോവാം. കാര്യമായിട്ട് പറഞ്ഞാണോ? അനക്ക പറഞ്ഞു അവിടെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ടെന്ന്. അപ്പൂപ്പനെ ഞാനൊരു രാജാവിനെ പോലെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും. ഒരു ഹിന്ദിക്കാരൻ പയ്യൻ വരും. വീട് മുഴുവൻ വൃത്തിയാക്കണം. മതിലൊരച്ച് കഴുകാൻ പറയണം. പൈസ ഞാൻ ഫ്രിഡ്ജിന്റെ മോളിൽ വെച്ചിട്ടുണ്ട്. പണിയുണ്ട് ഇവിടെ. പണി പണിയുണ്ട് പറഞ്ഞു. ചുമ്മാ പറഞ്ഞു. ആ ഹിന്ദിക്കാരനെ പറഞ്ഞു വിടണ്ടായിരുന്നു. അത് ഹിന്ദിക്കാരൻ രാവിലെ ഒരുത്തും പണിക്ക് വന്നിരുന്നു. അവനെ പറഞ്ഞു. നമ്മൾ ഒന്നായിരിക്കണമെങ്കിൽ ഈ രാജ്യം തന്നെ നമ്മൾ വിട്ടു പോകേണ്ടി വരും. ഉറപ്പ്. ഓക്കെ, നമുക്കൊരു ബ്രേക്ക് എടുക്കാം. കഴിക്കാം. പോവാ. हिटमैन सीधा बच्चा क्या प्लान பொண்ணு ஒன் சைடில் வரா உடனே நீங்கள் മനസ്സിലാവുന്നുണ്ട്. മതി മതി പോവാ. ஏதோ சொல்ல வந்தான்டா அவன். അനു നല്ല വിളിച്ചത്. അമ്മയെന്നല്ലേ വിളിച്ചത്? അനുന്നാണോ അമ്മയെന്നാണോ? ആ ലിപ്പ് കിട്ടില്ല. കൂടെ പോണവന്റെ ലിപ്പ് നിനക്ക് ഡബ്ബിത് പ്രാന്തായതാണ്. അല്ലടാ അവൻ കുറേ നേരം നമ്മൾ നോക്കി ചെറിയണം. അവൻ്റെ തൊപ്പി എന്നാ നീ ഇറങ്ങി സംശയിച്ച് വെച്ചിട്ടുണ്ടില്ലേ? ഞാൻ അപ്പത്തേക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഹിറ്റ് பண்ணி ഹിറ്റ് ആയിച്ചടാ. ഒരു അണു ഡേഞ്ചർ കാണുമല്ലോ കല്യാണം. അതിപ്പോൾ വച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്റെ ചക്രങ്ങളൊക്കെ ഉണ്ടാടേ. എന്ത് കല്യാണമൊക്കെ അടുത്ത് വരേരി. ഇവിടെ ഒരു പരിപാടിക്ക് ഒറ്റ എണ്ണ സമയത്തും കാണിക്കും. നിങ്ങളുടെ ഈ ഷർട്ട് ഇടാനാണോ പറഞ്ഞത്? ഇതല്ലേ ഞാൻ തേച്ച് വെച്ചിരിക്കണം. ഇതിനെന്തിനാ കുഴപ്പം? സമയമില്ലാത്ത സമയം. അല്ലെങ്കിൽ എൻ്റെ കല്യാണം അല്ലല്ലോ. നീ പറഞ്ഞില്ലേ? ഇங்கே കേട്ട് എന്തോന്നത്? CIT റോഡ് വഴിയല്ലേ പോകണം? ആ ഏട്ടാ, CIT റോഡ് വഴി പോ. കിള്ളിപ്പാലം വഴി പോകണാണ് എളുപ്പം. കിളിപ്പലം വഴി പോവാച്ച. അങ്ങനെയാണെങ്കിൽ തമ്പാനൂർ വഴി പോവുകയാണെങ്കിൽ ആ കോവിലൊന്ന് എത്തി നോക്കായിരുന്നു. മാപ്പിട്ട് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകും. ഇല്ലേ ഞാൻ ഏടാ. നീ CIT റോഡ് വഴി പോയാൽ മതി. അതാ എളുപ്പം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? വല്ലപ്പോഴൊക്കെ റോഡിൽ ഇറങ്ങി നടക്കണം. എങ്കിലേ അറിയാൻ പറ്റൂ എവിടെ ബ്ലോക്കാണ്, ഏതാണ് ഷോർട്ട് കട്ടെന്ന്. നീ വണ്ടി വളച്ചാണ് സമയമില്ല. ഈ വഴിക്ക് വന്നേ അന്ന് കിളിപ്പാലം വഴിയായിരുന്നില്ല വരേണ്ടിയിരുന്നു. റോഡ് ബ്ലോക്ക് ആണെന്ന് അറിഞ്ഞൂടെ? എന്നാ നിനക്കത് ഫോൺ വിളിച്ച് പറഞ്ഞൂടായിരുന്നു? അല്ല, അത് പിന്നെ ഈ വഴി പോയാൽ ചിലപ്പോൾ എത്തിയാലാന്ന് ഞാൻ വിചാരിച്ചു. ആ ചെല്ല് എന്ന് കയറി. കഥ പറഞ്ഞോണ്ടിരിക്കാതെ വണ്ടി ഇവണ്ടാ ഹിറ്റ്മാൻ. என்ன வீட்டுக்கிட்ட இருந்து போறாரு? ஒருவேளை பொண்ணு விசாரிக்க வந்தாரோ, அந்த மாப்பிள்ளைய விசாரிக்க வந்துட்டு அந்த ஸ்பை மாதிரி வரும். ചെറിയൊരു സാധനം. ബീറടിച്ചോണ്ടിരിക്കുന്ന പരിപാടിയാണോ? വല്ലതും ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യണം. ஐயோ என்னடா பண்ண போறானு?
അത്യാവശ്യം സോളൊക്കെ ரைட், அந்த பொண்ணு மூஞ்சி மாறிச்சுல. ஐயோ பொண்ணு கூந்து பொண்ணா பொண்ணோட தங்கச்சியா? பொண்ணுக்கு தான். மானம் போச்சுறாரு. தம்பி தானே அது. செப்பாண்டா. പെണ്ണിനത്തല്ലേ കേസല്ലേ? അത്യാവശ്യം വീഡിയോ പരിപാടിയൊക്കെ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. അവൻ കുറച്ചുള്ള ഭാഗത്ത് നടക്കും, പ്രശ്നമില്ല. ആ പെണ്ണിൻ്റെ വീട്ടുകാർ പരാതി തന്നിട്ടുണ്ട്. നിങ്ങളൊരു പരാതി തന്നാൽ നമുക്ക് ഒന്നുകൂടി സ്ട്രോങ് ആക്കാം. പക്ഷേ നീ നോക്കി കണ്ട് നടന്നു. അവന്മാരെ ടീം അത്ര ശരിയൊന്നുമില്ല. സുരേന്ദ്ര, ഇതൊന്ന് എഴുതി വാങ്ങിച്ചു. ശരി സാർ. ഇത് പരാതിയില്ലേ? പരാതി ഉണ്ട്. നീ ഒന്നും വിഷമിക്കണ്ട, സമാധാനപ്പെട്ട് എല്ലാം പരിഹരിക്കാം. பொண்ணு எதனா பண்ணிச்சான்னு இல்லை இல்லை. ஐயோ കുളിക്കാൻ കയറിയതായിരുന്നു. டைமிங் பண்ணிடுறேன். ஃப்ரெண்டு மட்டும் போய் ஜன்னல் அதான் வேற கல்யாணம் நடந்தாதானே காசு கூப்பிட்டு जब भी मुझे किसी बात का यकीन नहीं होता तो मैं ऐसे ही कर देती हूँ. ഓഹോ, എങ്കിലാ പരീക്ഷണം നടത്തി നോക്കണല്ലോ. तुम्हारे साथ बिताए एक एक पल जानती हो सुलोचना कितने सुकून से भरे हुए हैं. എത്ര ആനന്ദദായകമാണ് നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും. അതെ, നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്താലോ? ആനന്ദകാലത്തിലാസന്നമാപത്തത് സംജാതമാകുന്ന നേരത്തില് ബാധ്യമായുള്ള ശോകത്തില് മംഗളമേ 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 മംഗളമേ. ஐல்ஸா മാസം പുറകെ നടന്ന് ശല്യം ചെയ്താൽ അതൊരു റിലേഷൻഷിപ്പ് ആവുമോ? അതുകൊണ്ട് തന്നെ എനിക്ക് തന്നോട് പറയാനും തോന്നിയില്ല. പക്ഷെ താൻ എന്നെ ഒന്ന് വിളിക്കുമെന്ന് ഞാൻ തന്നെ എത്ര വട്ടം വിളിച്ചിടും. കല്യാണം കഴിഞ്ഞാണെന്നുണ്ടായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു? എന്നെ വേണ്ട നോക്കുമായിരുന്നു.
ஓ இப்போ இந்த பொண்ணு பண்ணலையா? அதான் அப்போ என்னடா பிரச்சனை அவனுக்கு? அவன் லவ் பண்ணி இருந்துக்கிறான். நீ எப்படி இன்னொருத்தனை பண்ணலான்ட்டு வந்து அடிச்சுட்டு போயிட்டான். എനിക്ക് ലീവ് വേണം. ലീവാ? നീ എന്തോന്നടി പറയണേ? വേറെ ആർക്കെങ്കിലും വന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കാണത്. കല്യാണം മുടങ്ങിപ്പോണ വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഒരാഴ്ച മാറി നിന്നാൽ ഇവിടുത്തെ എപ്പിസോഡൊന്നും മുടങ്ങൂലെന്ന് എനിക്കറിയാം. എനിക്ക് എന്തായാലും ഒരാഴ്ച ലീവ് വേണം. പിന്നെ പെൻഡിങ് പേയ്മെൻ്റ് ഒക്കെ എൻ്റെ അക്കൗണ്ടിൽ കിട്ടുതരാം ഇന്ന് തന്നെ. அதுதானே இப்போ கல்யாணம் ஆகிட்ட அப்புறம் அப்படி நான் இருந்தா நான் விட்டு போயிருப்பியா? 5 மாசமா நான் பண்ணதே எனக்கு 5 வருஷம் மாதிரி இருக்கு அப்படின்னு சொல்றான் அவன். அப்போ என்னடா பிரச்சனை உனக்கு? എന്താണ് കുഴപ്പം? ഇവിടെ തിന്നാനൊന്നുമില്ലേ? ആ എടാ വന്നപ്പോ സ്വപ്പം താമസിച്ചേ. കഴിക്കാൻ എന്തോന്നാണ് നിനക്ക്? എന്താ വേണ്ടത്? എന്നോട് ചോദിച്ചിട്ടാണോ ഇവിടെ എല്ലാ ദിവസം എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളത്? എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ? എനിക്ക് പെണ്ണ് കിട്ടാത്താണോ നിങ്ങളുടെയൊക്കെ പ്രശ്നം? 2-3 ദിവസമായല്ലോ. എൻ്റെ കല്യാണമാണ് മുടങ്ങിയത്, അല്ലാണ്ട് ഞാൻ ചത്തിട്ടൊന്നുമില്ല. ഗ്രഹനാഥന് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ടാണ് നടന്നെങ്കിലാ നിങ്ങൾ എന്ത് ചെയ്തേനെ? പറ, ഉത്തരം പറ, ഉത്തരം പറ, ഉത്തരം പറ, ഉത്തരം പറ. അല്ലടാ ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ അത് വിട്ടു കഴിഞ്ഞു, കഥം. പക്ഷെ എല്ലാവരും അതുപോലെ ആയിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം പെർഫോം ചെയ്യാൻ പോയിരിക്കുന്നു കസേര എടുത്തു. എനിക്കാരുടെയും സങ്കടമോ സഹതാപമോ ഒന്നും കാണണ്ട. എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. ഞാൻ നോക്കിയപ്പം ബാഗും തൂക്കി വഴി കൂടെ നടന്നു പോകണം. പിന്നെ ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ട് പോകും. താങ്ക്സ്. ഓക്കേടാ, വൈകിട്ട് കാണാം. ആരാരുടെ ആഗ്രഹങ്ങളാണ് ഇവിടെ സാധിച്ചു കൊടുത്തിട്ടുള്ളത്? കുറേ നാളായില്ലേ കാശിക്ക് പോണ കാര്യം പറഞ്ഞു. ഇതുവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇവിടുന്ന് ആരും കൊണ്ടുപോകാൻ ഇല്ലാത്തതുകൊണ്ടാണ് ബാഗും തൂക്കി ഒറ്റയ്ക്ക് ഇറങ്ങി പോണത്. പാവം. എന്നാ നീ എന്നെ കൊണ്ടുപോകണം. കൊണ്ടുപോകാൻ തന്നെ പോണത്. ഞാൻ എന്തായാലും 2 ആഴ്ചത്തെ ലീവ് എടുത്തിട്ടുണ്ട്. അപ്പൂപ്പനെ കൊണ്ട് കാശിക്ക് പോകും. കാശിക്കാ? എന്ത് കാശിന്ന് ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ കേൾക്കണത്? അതല്ല ഈ എൻഗേജ്മെന്റ് മുടങ്ങിയെന്ന് പറഞ്ഞ് കാശിക്കൊക്കെ പോകാൻ ഇതൊക്കെ ഒന്ന് മാറി. ഞാൻ എൻ്റെ വിഷമം മാറാൻ വേണ്ടി ഒന്ന് യാത്ര പോകണമല്ല. ഞാൻ ഓക്കെയാണ്. അപ്പൂപ്പൻ കുറേ നാളായി ആഗ്രഹം പറയണം, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നടക്കട്ടെ. നടക്കൂ? എന്തൊരു സംശയം? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയണം. ആരുടെയും കാല് പിടിക്കാനും പുറടക്കാനൊന്നും വരുന്നില്ല. വരേണ്ടവർക്ക് വരാം. ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ വരുന്നില്ല. എന്നെ വിളിക്കാൻ നിൽക്കുന്നു. നിങ്ങൾ അമ്മയും മക്കളും കൂടെ അങ്ങ് പോയാൽ മതി. ഒരുക്കൻ്റെ കല്യാണം മുടങ്ങിയോണ്ട് എല്ലാവരും കൂടെ ഒളിച്ചോടി നിന്ന് നാട്ടുകാർ കളിയാക്കും. നാട്ടുകാർ പറയണ കേൾക്കണ ഒരാള്. അവര് രണ്ടുപേരും കൂടി ഇപ്പൊ ഒരുമിച്ച് വിട്ടാൽ ശരിയാവൂല. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ? ഈ വീട്ടിൽ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്, അതോർത്താ കൊള്ളാം. ஐயோ இவங்க நாடு போகிறா. அதுதான் அப்படிதான் நீ ഹലോ, എടാ ഞാനേ ഇപ്പൊ തന്നെ ഞാൻ അധികം സ്റ്റാൻഡോട് വരുന്നതിന് അവിടെ ഒന്ന് പിക്കി. ഇനിയുള്ള ശരിയാവത്തില്ല, ഞാൻ പറഞ്ഞ നല്ല ഇടിക്കും. எதுக்கு அடிக்கணும்? இல்லை வாங்கினதான். ചാക്ക വീട്ടിലെത്തിയാ? നിന്റെ 2000 രൂപ എടുക്കാനുണ്ടോ?
വേർക്കണം ഫാനില്ലേ ഉണ്ട് അതിന് വേർത്തൂടെ ഞാനും അപ്പൂപ്പനും കൂടെ കാശിക്ക് പോകണം ആരും നിർബന്ധിക്കണില്ല വേണമെങ്കിൽ കൂടെ പോരാ റെഡി 2000 രൂപയ്ക്ക് ഒപ്പിക്കണമെന്ന് പറഞ്ഞ ചില്ലറ കേസാണ് പെട്ട പാട് എനിക്ക് തന്നെ അറിയാം അല്ല നിനക്കെന്താ ഇപ്പം ചക്രത്തിന് ഇത്ര ആവശ്യം ഞാൻ കാശി വരെ പോകാൻ തീരുമാനിച്ചു ഈ 2000 രൂപയ്ക്ക് നീ അതുവരെ പോകൂടെ കാര്യങ്ങളൊക്കെ ആവുന്ന നോക്കിക്കൊള്ളാന്നല്ലേ പറയണത് നോക്കാം എൻ്റെ ഒരു ബലത്തിന് കുരിക്കട്ടെ டிஃபால்ட் செம்மையாகும்ல அந்த மாதிரி ஜேர்னியில் ஒழிச்சு வச்சாங்க അവസാനം നീ നേടിയല്ലേടാ അതങ്ങനെ പോകുന്നു പറഞ്ഞാൽ പോയി ഇവിടെ നമ്മളൊക്കെ ഒരു പരിപാടി അവതരിപ്പിച്ച പിന്നെ അങ്ങനെയല്ലേ എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചാൽ നിനക്ക് കുടുംബമായിട്ട് പോകാൻ പറ്റിയല്ലോ അത് മാത്രമുള്ളൊരു ടെൻഷൻ അങ്ങനെയൊന്നും ഇല്ലടാ നീ പോസിറ്റീവായി പോയിട്ട് വാ അപ്പം പോയിട്ട് വാ. നീ വരണ നീ എന്താടാ എന്നെ കളിയാക്കുവാണ് അപ്പം என்னவோ இருக்குடா இவங்களுக்குள்ள மேபி இவருக்கு தெரியும் போல ஏன் அவர் காசிக்கு போகிறதுக்கு அவ்வளோ இது பண்ணுறீங்க ஏதோ ரீசன் இருக்கு ഇവിടെ തന്നെ എസ്ഐറ്റ് നിർത്തണേ ആരടുത്തെങ്കിലും ഒന്നുകൂടെ ചോദിക്കണോ വല്ലപ്പോഴും ഇതുപോലൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നാലേ ഈ പേടിയൊക്കെ മാറും ഈ എസ്ഐറ്റ് ഇവിടെ തന്നെയല്ലേ വരണേ ആ തൊപ്പിയൊരു വെക്കടേ അവരെന്നെ വരാൻ പോണു ഇല്ല ട്രെയിനിൽ കയറാത്തൊരു സമാധാനമില്ല ടെൻഷൻ വേണ്ടടേ വാരണാസി പിൽഗ്രിമേജ് സന്തോഷം കൊണ്ടാണ് ഒരു കാര്യം ചോദിക്കട്ടോ ഈ കാശി വാരണാസി ബനാറസിൽ എവിടെ നമ്മൾ ആദ്യം പോകണം എടാ ഇത് മൂന്നും ഒരു സ്ഥലമാണ് ഇവിടെയാണ് മരണം ആഘോഷിക്കപ്പെടുന്നത് സന്തോഷിച്ചൊരു ഓർമ്മയുണ്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 125 ഇതിനകത്തും പേപ്പർ വായനയാണ് ടി വിയിലല്ല പാഞ്ച് വരണം എനിക്കൊന്നും വേണ്ട ഞാൻ വല്ല ബിരിയാണി തിന്നോളാം അതേ കഴിയണം ഇന്നും കൂടെ അല്ലേ ഉള്ളൂ അല്ല 3 ദിവസത്തേക്കുള്ള പാക്കേജ് എടുത്തിട്ടുണ്ട് ഡേ 1 ഡേ 2 ഡേ 3 ഇനി ഒരിടത്തുനിന്നും കാര്യമായിട്ടൊന്നും കിട്ടൂല நம்ம ஃபேமிலி மாதிரியே இருக்குல்ல ഇവിടെ നല്ല വടയും ചമ്മന്തിയും വേണം நார்மல் ட்ரெயின் மாதிரி இருக்குல்ல எல்லா ஸ்டேஷன்லையும் என்ன வாங்கி சாப்பிடுவது போல இது ரொம்ப இது பார்க்குறல்ல ஸ்டைலு ஆமாம் ஸ்டார்டிங்லேருந்து கரெக்டாக ட்ரெயின் ரன்னிங்கில் கூட போகிறார் ஒருத்தர் ഇവിടെ നല്ല പാനിപ്പൂരി സമോസയും കിട്ടും എനിക്കൊന്നും വേണ്ട எப்படி அவருக்கு எல்லாமே தெரியுது வடலேருந்து பானிபூரி சாப்பிட்டு போயிருக்காரோ
അത് ഇറങ്ങണില്ലേ? ഇവിടെ ഒന്നും കിട്ടൂല. എനിക്ക് വെച്ചിട്ടുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. സമയം കളച്ചാ ഇങ്ങോട്ട് நல்லா இருக்காதா? அவருக்கு இதுவாயிட்டு உங்களுக்கு காரம் ஏறிட்டு. നീ അങ്ങോട്ട് പോടാ. എനിക്കെന്താ ബാത്റൂമിൽ പൊയ്ക്കൂടി? बेटा चाय है? हाँ है ना सर। एक चाय दो. ये लीजिए. ये चाय क्या? क्यों, क्या हुआ? ഒന്നുമില്ല. काफी है? हाँ है. एक कॉफी दो. अदरक में बस बस ज़्यादा मत. उतने नहीं, बस 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 बोला. ये लो सर. कितने हो? 40. एक कॉफी 40 रुपीस. नहीं नहीं, एक चाय एक कॉफी 40 रुपए. नो नो, एक कॉफी 20 रुपीस. बाकी देव. ஐயோ நல்ல அம்மா வர பார்த்துட்டாங்க. ஐயோ இல்ல அவங்க பார்த்துட்டாங்கல்ல. ஐயோ ஐயோ இது செல்வி வேண்டியதானே? இந்த பக்கம் ஏதோ ஏறுவாருன்னு நினைக்கிறேன். மொத்தம்லாம் மூடி இருக்கு பொழுதுடா. அங்கேருந்து ஐயோ இந்த டைம்ல தான் இந்த மாதிரி பாட்டு போடும். சிரோனட்டி வாங்க போறான்னு நினைக்கிறேன். சமயம் பண்ணிக்கிறாங்களா? அவர் பார்க்கறாங்க. நல்ல வேலைடா எப்பா. ஒரே ஷாட்னு நினைக்கிறேன்ல. என்ன வலிச்சு கேட்டாங்க நீ எது தானே എന്തോന്ന് കളി? ഈ താത്ത മൊത്തം പോറാണ്. இதுவே இல்ல. இன்டர்மிஷனா? அதான் இன்டர்மிஷன் தான் நினைக்கிறேன். அது சம்பந்தம் வந்துட்டே ஏன் தெரியுமாடா அம்மா யார்ல இருக்காங்க? அவன் பாட்டு மேல பத்து இருந்தான். വെള്ളം കുടി. पीली लाइन से थोड़ा इधर आ जाओ. भाई हमारा अपूपा मिस हो गया.
अपूपन? ये अपूपन क्या होता है? हमारा ग्रैंडफादर। आपके ग्रैंडफादर मिस हुए हैं तो आप पुलिस स्टेशन जाइए ना, ये तो रेलवे स्टेशन है। नहीं सर, वो गोरखपुर ट्रेन में मिस हो गया। गोरखपुर एक्सप्रेस। और आप लोग यहाँ? वी आर आउटसाइड, वो चल गया। तो वो मिसिंग नहीं है, वो सिर्फ आप 4 लोग मिसिंग हैं। वैसे आपको जाना कहाँ है? हम बनारस। गोरखपुर एक्सप्रेस के अगले हॉल्ट पे आपके ग्रैंडफादर और लगेज को दबा देता हूँ, आप उसको वहाँ से कलेक्ट करवा लीजिए, फिर आपको वहाँ से डायरेक्ट बस मिल जाएगी प्रयागराज जंक्शन से बनारस। ഇയാൾ എന്തോന്നു പറയണേ? അടുത്ത സ്റ്റേഷനിൽ അപ്പൂപ്പനെ വെട്ടിയാക്കി ഇറക്കിയൊക്കെ വന്നു. ओके, आप प्लेटफॉर्म से बाहर मत निकलिएगा, थोड़ा डेंजर प्लेस है। यहाँ से सुबह आपको टिकरिया स्टेशन के लिए ऑटो मिल जाएगी, मैं जब तक ये फ़ोन करके आता हूँ, ठीक है? பர்ஸ் இருக்கு எல்லாம் இந்த அவங்ககிட்ட 1500 பையில் வச்சுருக்கிறேன். நிறைய வாங்கி சாப்பிட்டாரு. എന്ത് ചുമ്മാ അമ്മയ്ക്ക് ഇതൊന്നും കണ്ടിട്ടൊന്നും തോന്നണില്ലേ? ഈ കാട്ടുമുഖം അങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. ട്രെയിനൊന്നും ചാടി ഇറങ്ങി ഓടാൻ പോയിരിക്കും. എന്ത് പോവാൻ? എങ്ങോട്ട് പോവാൻ? നിന്റെ അടുത്തല്ല, ഞാൻ എൻ്റെ ഭാര്യ അടുത്താ പറഞ്ഞു. എന്നാ ഭാര്യയും ഭർത്താവും കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പറ. ഓരോ കോമാളിത്തരം കാണിച്ചിട്ട് ന്യായീകരിക്കാൻ വന്നില്ല. നിന്റെ അടുത്ത് ട്രെയിനിൽ നിന്ന് ചാടാൻ ഞാൻ പറഞ്ഞു. നിനക്കാനുള്ള ക്വാളിറ്റി വരാറാകുമ്പോൾ ഞാൻ പറയാം. ക്വാളിറ്റിയുടെ കാര്യമൊന്നും പറയല്ലേ. ആര് കാരണമാണ് അപ്പൂപ്പ മിസ്സായത്? നീ നിന്റെ കാര്യം നോക്കി പടാ. നിങ്ങളൊന്ന് നിർത്തുവോ മനുഷ്യ? എന്ത് നിർത്താൻ? ഇവൻ ആരെന്റെ അച്ഛനാ? ഇവൻ പറയണായിട്ട് മിണ്ടായിരിക്കുമ്പോ ഞാൻ ഒരു പൊട്ടനാണെന്നാണ് എന്റെ വിചാരം. അതിനിപ്പോ വിചാരിക്കാതിരിക്കണം. പൊട്ടൻ, മരപ്പൊട്ടൻ. ഒന്ന് നിർത്താവോ? എനിക്ക് അപ്പോഴറിയാം ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളത്. ഇതാണ് ഞാൻ ഇവിടെ ഒരു സ്ഥലത്തും വരാത്തത്. യവന്മാരുടെ കൂടെ ഒന്ന് ഇറങ്ങി പുറപ്പെടണമെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ നിനക്കായിരുന്നു വലിയ നിർബന്ധം. ചാടി പുറപ്പെടും, ചാടി ഇറങ്ങുകയും ചെയ്തല്ല. ആരോട് വെച്ചിട്ട് എന്തിനാണ് വലിഞ്ഞു കയറി കയറി പറഞ്ഞത്? അങ്ങോട്ട് റെയിൽവേ നിന്റെ സ്വന്തമാണോടാ? എനിക്ക് തോന്നുമ്പോ ഞാൻ കയറും, തോന്നുമ്പോ ഇറങ്ങി പോകും. എല്ലാവരും ഒന്ന് നിർത്തോ? ఉంటాడా ట్రాప్ ట్రాప్ പൊട്ടു പൊട്ട എൻ്റെ 500 എന്തോ പലിശ என்னடா தெரியுது மேலே இது ஆப்போசிட்டாக தான் இருக்குன்னு நினைக்கிறேன். ടിക്കാറിയ ഉட்கார വെച്ച് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. നീയൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഇറങ്ങിയാണ്. അപ്പൊ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് അവിടെ നടന്നില്ല. എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ കാണും? നിനക്കൊക്കെ അങ്ങ് വന്നാൽ മതിയായിരുന്നല്ലോ, ഞാൻ എങ്ങനെയെങ്കിലും ട്രെയിനിൽ പോയേനെ. അത് അപ്പൂപ്പൻ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. കഷ്ടപ്പെടുത്താനായിട്ട് പോവാ. ഇനി അങ്ങനെ ബസ്സിലാണോ പോണേ? നേരെ ഫാമിലി. அவர் எல்லாமே தப்பா தானே சொல்லுவார். அவர் மடியில ஒரு பேக் வச்சு ஓட்டு. എടാ ബസ്സടാ, ബസ് വരണടാ, വേഗം വാ. ഒഴിച്ചത് മതി, വേണ്ട. ഇതിലെങ്ങടാ പോവാங்க? मेरे प्यारे प्यारेകളെ ദേശി റൂട്ട് ட்ரெயின் டிக்கெட்டு அழகா 10 ரூபாய். இவரு என்னத்துக்கு இவருக்கு டீ காஃபி ஆகண்டு சிவமயமா படக்கணும் நல்லா தான் இருக்கான். ஐயோ ஐயோ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോടായിരുന്നു. വെറും 1 മണിക്കൂറിന്റെ കേസല്ലേ ഉണ്ടായിരുന്നു. அவருங்களா தாத்தா அவரே அறிவிட்டாங்க. അതേടാ,
ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചത്തുവേനെ. ആ പാക്കിന്റെ മണമല്ലോ. എന്ത് കിട്ടിയാലും വലിച്ച് കയറ്റിക്കോണം. കുറച്ച് വെള്ളം തരുമോ? എന്തുവാടേ ഈ കൊട്ടയും മുട്ടയൊന്നും ബസ്സിൽ കൊടുത്ത് വിട്ടില്ലേ? ഞാൻ എല്ലാവരോടും ചോദിച്ചു, ആരേലും വാങ്ങണ്ടേ? തന്നതാര്? ഈ വെയിലത്ത് കഴിച്ച് മാറിയില്ലേ അത് മക്കളെ ഏതെങ്കിലും ഒരു ടാക്സി വിളിയടാ, അമ്മ കാശ് തരാം. വിളിച്ച ടാക്സി കിട്ടുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് കുഴപ്പമില്ല. നിന്റെ മൊബൈലിൽ റേഞ്ച് വല്ലതും ഉണ്ടോ? സിമ്മിന്റെ സിമ്പലും ഇനിയിപ്പോ എന്ത് ചെയ്യും മക്കളെ? എന്തോ ചെയ്യേ, മുമ്പിലോട്ട് നടക്കും. എതിരെ വരുന്ന വണ്ടിക്ക് കൈ കാണിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇറങ്ങാം. വേണ്ട ഇന്ന് പാട്ട് എനിക്ക് കേട്ട മതി. ബസ് സ്റ്റോപ്പാന്ന് തോന്നുന്നു. ഒന്ന് ചോദിച്ചു നോക്കിയാലോ. കാശി जाने के लिए गाड़ी आएगा? हाँ दासरी, काशी जाने का गाड़ी आएगा? लैंग्वेज नहीं आए? हिंदी हिंदी मन नहीं, हिंदी आपको ബസ് സ്റ്റോപ്പ് ഇതല്ല, പക്ഷെ കാശി റൂട്ടാണ്. അയ്യോ ഒരു വണ്ടിയല്ലേ പോയത്. அப்போ ஹீட்ல அந்த இது ப்ளூ கலரே வந்துட்டு இது வண்டியில தாத்தா அப்புறம் நடக்கிறாரு രാജസ്ഥാൻ. എന്തുവാടേ നിന്റെ പ്രശ്നം? ഇനി മുന്നേ നിന്നെ പിടിച്ച് ഞാൻ ഇടിക്കും. 10,000 രൂപയ്ക്ക് തുടങ്ങിയ ട്രിപ്പാണ്, ഇതിനിപ്പോ 30,000 രൂപ. ഞാൻ 3,000 രൂപ ഒറ്റക്കുമായിരുന്നു ട്രിപ്പാര്. നാട്ടിൽ ചെന്ന അവന്റെ ജാതകം ഏതെങ്കിലും ഒരു ജോത്സ്യനെ കാണിക്കണം. കല്യാണം മുടങ്ങിയപ്പോ തൊട്ട് അവന് മൊത്തം പ്രശ്നങ്ങളാണ്. നീ ആ ജോത്സ്യനെ വിളിച്ച് ഇവിടുന്ന് വണ്ടി വല്ലതും കിട്ടുമെന്ന് ചോദിക്കും. നിങ്ങൾ കാരണമാണ് ഇപ്പൊ മൊത്തം പെട്ടിരിക്കുന്നത്. ഈ സാധനം എടുത്ത് റോട്ടിലോട്ട്, അല്ലാണ്ട് എൻ്റെ അച്ഛനും ചേട്ടനും പറയുന്ന കേട്ട് നിന്നാലേ പച്ച വെള്ളം കിട്ടാണ്ടില്ല. വെള്ളമൊന്നും വെക്കാതെ ദിസ് ഈസ് സ്പ്രിംഗ് വിത്ത് സ്റ്റോൺ. ഒന്നുമില്ലടാ, ഈ ക്രെഡിറ്റ് നീ എടുത്തോ. ക്രെഡിറ്റ് നീ വല്ല ലോറി നെഞ്ചത്തോട്ട് വരണം. പ്രായം ഞാൻ വരും. നീ ഒന്ന് അങ്ങോട്ട് നോക്കി, ഇനി ഒന്ന് ഇങ്ങോട്ട് നോക്കി. ഇതാണ് അവസ്ഥ. നീ പേടിക്കണ്ട, ഒരു വണ്ടി വന്നില്ല, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നീ ധൈര്യമായിട്ടിരിക്കണേ. அவர் அப்போல்லாம் ட்ராவலிங் தான் பண்ணிட்டு போகிற இதில் இந்த மாதிரி. அதான் அந்த 2 தாத்தாங்க நடுவில் ஏதோ ஸ்டோரி. என்னடா ஒரு வண்டி கூட வர ஹிந்தி ராசர பாசி. இல்லை இவங்க எப்படி ஹெல்ப் பண்ணுவாங்க? இவங்களுக்கு தெரியுமா ஸ்டெப்னி இருந்தால் மாற்றுறதுக்கு அந்த மாதிரி சொல்லுவாங்க. நிறுத்திடுவாரு நினைக்கிறேன்டா அது வரத்துக்கு. ஐயோ രക്ഷപ്പെട്ട് കയറി. அவனுங்க இறங்கிட்டான். மனுஷங்களா மூட்டையோட மேலே சூப்பர் சூப்பர். அது நிறுத்திருக்காருன்னு நினைக்கிறேன். क्या हुआ भाई? क्या आकाश पाताल के बीच में काहे बैठे हो? हैं? क्या हुआ? हमारा ट्रेन मिस हो गया. इधर nobody is lifting us. कहाँ जाना है? वाराणसी. हम फैमिली है. अरे बनारस जाना है? अरे तो मैं छोड़ अब दूंगा ना बड़ा। अपनी गाड़ी में फुल कंफर्ट के साथ. ओके थैंक यू. अरे नो थैंक यू. எவ்வளோ? 500 पर पर्सन. ஐயோ ए नो कंसेशन फॉर सीनियर सिटीजन. கம்மி தானடா. അതെ രാജു മാഞ്ചിട്ട് വഴിയിലിറക്കി വിട്ടാൽ എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ ഇരി.
ഫ്ലൈറ്റ് വരും. ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. ഒന്ന് കയറും, അല്ലെങ്കിൽ തന്നെ നല്ല സൂപ്പർ സമയമാണ്. അയ്യോ ഇപ്പൊ എടുത്തിடலாம்ல. അതാണ് നീ എന്തേലും പറഞ്ഞാൽ മേത്തോട്ട് ഇട്ടിട്ട് അള്ളു കെട്ടി വണ്ടിക്ക് പണി മൊത്തത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? അല്ല നമ്മളൊരു ഫാമിലിക്ക് പറ്റിയൊരു വണ്ടിയായിട്ട് എനിക്ക് അല്ല നീ ബാക്ക് ഇരുന്ന് ഞാൻ ഫ്രണ്ട് നോക്കാം. എൻ്റെ കൊടി കണ്ടിട്ട് നിർത്തിയ വണ്ടിയാണെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണം. അടിച്ചോണ്ട് കണ്ടു വന്ന് കാരണം അകത്തോട്ട് നമുക്കൊരു വള്ളം കേൾക്കാം. അയ്യോ ഏറിനോണേ പഞ്ചറാണ് പോകും. അതിന് വലിഞ്ഞ് കയറണം സ്റ്റെപ്പിനൊന്നുമില്ല. അമ്മയുടെ ഉണ്ടായിരുന്നല്ലേ? ഇല്ലടാ ഞാൻ വീട്ടിൽ തിരിച്ചു കളിക്കണം எடுத்துட்டு இருக்கலாம்டா. ചലോ நம்ம என்ன நினைக்கிறோமோ அவன் மாட்ட போறானோ. സിലിണ്ടർ ഓപ്പൺ ഇയാൾക്ക് വല്ലപ്പോഴും ഒരിക്കൽ വണ്ടി ഒന്ന് കഴുകിക്കൂടെ? വാള് വെക്കണമെങ്കിൽ നേരത്തെ പറയണം. വണ്ടി നിർത്തി തരും. കൈ കൊടുത്തിട്ടാണ് പോകുന്നത്. ഒന്ന് ഇങ്ങോട്ടിരുന്നാണ് നേരത്തെ കാറ്റ്. സാവിന്റെ കാഷ്ടത്തിന്റെ മണമാണ്. മൂക്ക് പൊത്തിപ്പിടിച്ചിരുന്നാൽ മതി. ഇങ്ങോട്ടൊന്ന് ഇരിക്കൂ. माताजी ഓ ऑल ओके ആ कंफर्ट ഓക്കെ. हाँ आप बहुत सीरियस आदमी लगते हैं No. Why so many pigeons for sale? अरे वो नॉर्मल पिजियन नहीं है कबूतरबाजी वाला कबूतर है 22 आवर्स फ्लाइंग इन द स्काई नो स्टॉप परवा बहुत परवाह करते हैं ये मदर वो ग्रैंडफादर और एक फादर माई सेल्फ पप्पू पांडे फ्रॉम द लैंड ऑफ विजडम बनारस നമ്മളെന്തോ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. करते थे बॉम्बे सर्कस हमारा हिंदी थोड़ा वीक है. ये साउथ इंडियन का हिंदी अच्छा नहीं गया. अपना तमिल फुल वीक മലയാളം हाँ मलयालम मिक्स आपकी शादी हो गई क्या मैरिज रोड बहुत उठ रहा வீடு வாங்கன்னு நினைக்கிறேன். चेक पोस्ट डोंट वरी साइकिल काट के बोलो शर्मा जी की ड्यूटी सेटिंग साहब वो शर्मा जी किधर क्यों भाई हमारी शक्ल पसंद नहीं आ रही? नहीं साहब वो दोस्ती है इसीलिए जाना किधर है? बनारस അപ്പോഴേ പറഞ്ഞ അപകടമാണ്. റോഡാകുമ്പോൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അനുഭവം और ये सब लोग कौन है? फैमिली है सर फैमिली ये तेरी फैमिली है? हाँ सर फैमिली तू कौन लगता है इसके रिश्ते में? अब ये पूछ रहे कि तू इसका रिश्ते में क्या लगता है? क्या छुपा रहा है? चल डिक्की खोल, गाड़ी के पेपर दिखा. डिक्की खोल चल. ஓ இது வேற ஏதோ பண்றாரு போலுது. चल चल डिक्की खोल. जय गौ माता जी கம்முன்னு இருந்தாலும் கூட்டு போடாம போகுதுடா. अफ्रीकन हाथी का दांत है शेर का सींग है अरे पुलिस पकड़ा ना तो सब
अंदर जाएगा जेल ഓടി पुलिस आजादी को हैं? साला मेरा दिमाग खराब हो गया था जो तुम लोगों को मदद करने निकला क्या बोला साले, मेरी गाड़ी मेरी मर्जी तू कौन होता है बोलने वाला साला साला जानता नहीं है पप्पू पांडे को तुम सबको ना मैं यहाँ पे गाड़ दूंगा समझा गाड़ दूंगा ये पे साला फ्रॉड फैमिली कैसे साला कील रखता है गाड़ी पंक्चर करने के लिए ஓ பாரியா தெரிஞ்சுக்கிட்டு அவருக்கு பஸ் ஸ்டாண்டை கொண்டு இருக்கிறாங்க நார்த் இந்தியாவுக்கு போனது ஏதோ சஹாராட்ட சேர்த்து போன மாதிரி ஃபீல். ഹലോ ഹലോ ഓരോ ബോധമില്ലാത്തവന്റെ വണ്ടി കയറി കല്ലും വാങ്ങിച്ച് പിടിച്ചിട്ട് കൂടെ ഇറങ്ങി പുറപ്പെട്ട നമ്മളെ പറഞ്ഞാൽ മതി. നല്ല വാങ്ങിച്ചത് ഞാനല്ലേ ഇത്ര ആണവം കൊണ്ടായിട്ട് ആരും ചോദിക്കാണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ രക്ഷപ്പെട്ടത് തന്നെ മഹാഭാഗ്യം. ഉള്ള ജീവൻ പോയി. നിനക്കൊന്നും പറയാനില്ല. 5 വാരാണസി. ആ പറയടാ. കാശിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ എത്തും. ഓ ബന്ധുക്കളൊക്കെ അറിയിച്ചാ? ചടങ്ങുകളൊക്കെ എപ്പോഴാണ്? ഇനി ആരെങ്കിലും വരാറുണ്ടോ? ഹലോ ആര്? ചാക്കോയെ വിളിച്ചു. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ശ്രീജയുടെ അച്ഛൻ മരിച്ചു. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ അങ്ങേർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. കുഴപ്പമുള്ളവരാണോ മരിക്കണത്? 4 കൊല്ലമായിട്ടെങ്കിൽ വീൽ ചെയറിലായിരുന്നു. കിടപ്പിലാകാത്തത് ഭാഗ്യം. സുഖമായിരുന്നു. தாத்தாங்க अच्छा क्या हुआ भैया कोई दिक्कत है क्या? कुछ नहीं भैया थोड़ा फैमिली प्रॉब्लम. വെള്ളത്തിൽ വെള്ളം അടിച്ചു. വെള്ളം കുടിക്കാൻ പോകും. மேபி மட்டும் போயிட்டு வந்தனாச்சு நீ பார்த்ததை சொல்லு அப்படின்னு எதிர்பார்த்து இருந்திருப்பாரோ. சின்ன வயசுலேயே ட்ரை பண்ணியிருப்பாங்க போல. ஏன்னா டெஸ்ட் கொடுக்க போறீங்களா? ஐயோ எங்கடா போயிட்டாரு? हमारा ग्रैंडफादर को देखा वो जो 102 रूम में है? हाँ वो रात में निकले हैं 3 बजे. 3 മണിക്ക് വല്ലതും പറഞ്ഞു എങ്ങോട്ടാ കहाँ गए? अरे वो स्वामी जी के साथ बाबा लोग होते हैं ना, वो गए हैं गंगा जी की तरफ. കുറേ സ്വാമിമാരോട് ഇറങ്ങിപ്പോയത്. മരുന്നും കഴിച്ചിട്ടില്ല. ഈ അച്ഛൻ പറയാതെ എന്തിനാണ് ഇറങ്ങി പോണത്? എല്ലാ സ്വാമിമാരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. അടിപൊളി ഇതാണല്ലേ കാശി. ഇനി വഴി വല്ലതും തെറ്റിപ്പോയി കാണൂടെ? അപ്പം നമ്മൾ അപ്പൂപ്പനെ കണ്ടുപിടിക്കുന്നതിനേക്കാളും അപ്പൂപ്പൻ നമ്മളെ കണ്ടുപിടിക്കുന്നതായിരിക്കും ബെസ്റ്റ്. പോലീസ്. परिवार फ्रॉम मालाबार केरला. हाई लिटरेसी रेट 98% है ना? बाकी का 2% आप लोग हैं. बुद्धि नहीं है क्या? बिना सोचे समझे क्रिमिनल की गाड़ी में बैठ गए. मैडम वी वर ट्रैप्ड ऑन रोड सो वी यूज्ड लिफ्ट. We didn't know he was a criminal. अच्छा तो तुम लोग बनारस क्या करने आए हो? हमारा ग्रैंडफादर को लेके आया. कहाँ है ग्रैंडफादर? कहाँ है तुम्हारे? वी आर सर्चिंग फॉर ग्रैंडफादर. वो मॉर्निंग से मिस हो गए. You came to Kashi to leave your grandfather here and go back now, ना? मैडम मुझे तो लगता है ये रियल फैमिली नहीं है. He is saying you are not even a real family. No ma'am, we are family. We are. एक ID कार्ड तो है नहीं तुम्हारे पास. कैसी फैमिली हो? We have ID pass. It's in the hotel. अपना फोन निकालो. तुम इसके फादर हो ना? अपने बेटे के नंबर पे कॉल लगाओ. कॉल लगाओ. ഫോൺ എടുത്ത് അവൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ. അടുത്തേക്ക് വിളിക്കണമെന്ന്
இவர் ரொம்ப இது பண்ணுறாரு இவர். ஐயோ என்னன்னு சேவ் பண்ணி வச்சுக்கிறேன் தெரியலையே. वाह क्या सुपुत्र है। बाप का नंबर तक सेव नहीं है, जरूर इस फैमिली में ही कुछ लफड़ा है। तुम लोगों को ना हवालात में डाल के 3rd डिग्री देनी चाहिए। मैडम जी वो चतुर्वेदी जी कल की रैली का प्लान നാണം കെടുത്താനായിട്ട് വെറുതെ ഇരുന്ന് എന്നെ പിടിച്ചിറക്കി നീയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റി. ഇനി ഇവിടെയും തുടങ്ങിക്കോളാം, ഒന്നും മിണ്ടായിരിക്കണുണ്ട്. ഇതിപ്പോൾ എന്തിൻ്റെ ഒറിജിനാണെന്ന് നമുക്ക് മനസ്സിലായില്ല. എൻ്റെ ഫോണിൽ ആരുടെ നമ്പർ സേവ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവനെന്തൊക്കെ അറിയാൻ നമ്മളിപ്പോൾ കണ്ടാണ്. ട്രെയിനിൽ നിന്ന് സൂപ്പർമാനും കളിച്ച് ചാട്ട് ഇറങ്ങിയതും പോരാ. അന്ന് എനിക്ക് നല്ല ഇടാതിരിക്കാൻ പറഞ്ഞു. ഗൃഹനാഥം കളിച്ച് കണ്ട ക്രിമിനലിൻ്റെ വണ്ടിയെ കയറ്റിയെടുത്തിട്ട് ന്യായം പറഞ്ഞു. പോലീസുകാർ നിന്റെ മോനെ ജെട്ടി നിർത്തി കൂമ്പിനിടിക്കുമ്പോൾ മനസ്സിലായി. നീ പറയണത് എപ്പോഴും അനുസരിക്കാൻ എന്നെ കിട്ടില്ല. ഞാനാണ് അച്ഛൻ, നീയല്ല. ഓ അത് തെളിയിക്കാനാണല്ലോ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നത്. எல்லாரும் வாயில போட்டு நின்று இருப்பீங்க. டெரரிஸ்ட் நினச்சி மைண்ட் பிளான் பண்ணுறாங்க. வேற லாங்குவேஜ். हाँ जी बोलो कंटिन्यू। ऐसा करो, मम्मी और छोटू को साइड में बिठाओ और तुम फादर सन होटल जाकर आईडी कार्ड लेकर आओ। शुक्ला जी अभी तक आपने वो लिस्ट नहीं पहुंचवाई, जल्दी कीजिए। ഇതാണ് ഞങ്ങളുടെ അച്ഛൻ, ഫാദർ ഫാമിലി. കോട്ട കൈ വെച്ചത് നന്നായി. ഓ എന്ത് നന്നായി, ആ പോലീസുകാർക്ക് ഇത്തിരി മര്യാദ ഉള്ളതുകൊണ്ട് കൊള്ളാം. ഡേ നീ എങ്ങോട്ടൊന്ന് വെച്ചാണ്? അവരെന്തോ പറഞ്ഞിട്ടില്ലേ, കേദാർഘട്ടം അങ്ങനെ എന്താ, അങ്ങോട്ട് പോവാ. ചുമ്മാ അവിടെ നലയേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ ഹോട്ടലിൽ വന്നതാണ്, ഞാൻ അങ്ങോട്ട് പോവുക. ஒரு ஆள் மட்டும் தான் பிரச்சனை இல்லை வீட்டில். कहाँ जाना है सर? होटल अर्जन में इधर अच्छा अच्छा होटल मिलेगा। नहीं मेरा होटल। आपका होटल का नाम? हमारा दादाजी आए यहाँ तो नहीं है। ഇതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. മൊത്തം 80 കാട്ടുണ്ട്. ഇതിലിപ്പോ എവിടെ പോയി കിടക്കണമെന്ന് എങ്ങനെ അറിയാനാ? അച്ഛന് വഴുതിട്ട് തന്നെ. ഇതിപ്പോൾ എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവണ്ട, ഏതാ വഴി എങ്ങോട്ടാ പോകേണ്ടതെന്ന്. എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അസിഗഡ് പില്ലർ നമ്പർ 576 എത്തിച്ചേരേണ്ടതാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ മകൻ ചന്ദ്രൻ, മരുമകൾ രമ, കൊച്ചുമക്കളായ അനൂപ്, അഭിജിത്ത് എന്നിവരായ എത്രയും വേഗം എത്തിച്ചേരുക. അസിഗഡ് പില്ലർ നമ്പർ 576 മുന്നിൽ എത്തിച്ചേരുക. അപ്പൂവിനത് കേൾക്കുന്നുണ്ടെങ്കിൽ വേഗം വരണം. നമസ്കാരം, ഞാൻ പ്രമോദ്. ഇവിടെയുള്ള ഒരാളാണ്. ഇവിടെ മലയാളത്തിലൊരു മിസ്സിംഗ് കേസ് അനൗൺസ്മെന്റ് ചെയ്തത് നിങ്ങളായിരുന്നു? അതെ അതെ, എൻ്റെ അപ്പൂപ്പൻ്റെ. ഒന്നുകൂടെ പറഞ്ഞേ. ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ ആയിരുന്നു സാറേ. ഈ സൗണ്ട് എനിക്ക് നല്ല പരിചയമുണ്ട്, അതാ ഞാൻ കേട്ടിട്ട് വന്നത്. സാർ എന്താ ചെയ്യുന്നത്? ഓ ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഹേയ് സുലോചന. സാർ 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 ഞാൻ സീരിയലിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. സാറിൻ്റെ സൗണ്ട് എവിടെ കേട്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഹിന്ദിയാണ് ഞാൻ കൂടുതൽ കാണും, പക്ഷേ ഹേ സുലോചന മലയാളത്തിലേ കാണുള്ളൂ. യു നോ വൈ? സാറിൻ്റെ ദേവ്, ആ ഐഡന്റിറ്റി, ഗ്രേറ്റ് വർക്ക് സാർ, മികച്ചത്. സാറിൻ്റെ അച്ഛൻ, അനിയൻ, അമ്മ ആയിരിക്കും അല്ലേ? ഇരുന്നോളൂ, നമുക്ക് എന്താണ് നമുക്ക് പരിഹാരം ഉണ്ടാകും. അല്ല, എന്താണ് ആഗ്രഹം എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞായിരുന്നു. ഇവിടെ ഒന്ന് തൊഴാൻ. അതാണല്ലോ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ആഗ്രഹമായിട്ട് ഇവിടെ വരാറുണ്ട്. ചിലവർ ഇവിടെ മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്നവരുണ്ട്. അല്ല, എല്ലാം ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ. അപ്പോൾ ഇവിടെ 1-2 സ്ഥലങ്ങളുണ്ട്, ഈ മുക്തിഭവൻ, മോക്ഷഭവൻ എന്നൊക്കെ പറഞ്ഞു. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഫോൺ നമ്പർ തന്ന് പോകും. അതാണ് പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുക? അത് പറ. ടെൻഷനില്ലേ നീക്ക, നമുക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നേരിട്ട് തന്നെ അന്വേഷിക്കാം. സാറിൻ്റെ പൂപ്പനല്ലേ, നമുക്ക് കണ്ടുപിടിക്കാം. ചായ കുടിക്കും. ഈ സൗത്ത് ഇന്ത്യക്കാർ കൂടുതൽ ഇവിടെ ഉണ്ടാവും. കാസർഗോഡ് പൂപ്പൻ. जी प्रणाम। नमस्ते। प्रणाम प्रणाम। जनार्दनन नाम का एक रहता है जी, वो वहाँ उनका कमरा है, जाइए। ജനാർദ്ദനൻ ചേട്ടാ, ജനാർദ്ദൻ ചേട്ടാ, ചേട്ടാ നമസ്കാരം. ഞാൻ പ്രമോദ്, ഇവിടെ ഉള്ള ഒരാളാ. ചേട്ടൻ്റെ ഫാമിലി താഴെ വന്നിട്ടുണ്ട് ചേട്ടനെ കാണാൻ. എനിക്കാരെയും കാണണ്ട ചേട്ടാ, ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമൊക്കെ ഉണ്ടാവുള്ളൂ. എന്ത് സംസാരിക്കാൻ? എനിക്ക് ആരടുത്ത് ഒന്നും പറയാനില്ല ചേട്ടാ. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. അതെ, അവരെല്ലാവരും വന്നിട്ടുണ്ട്, അച്ഛനും അമ്മയും മക്കളും ഒക്കെ.
നേരെ ആളെയും കൂട്ടി ട്രെയിനിൽ കയറി വീട്ടിൽ പോവാം. ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് അനങ്ങാൻ പാടില്ല. പിന്നെ കൊച്ചിനെങ്കിലും കാണാലോ. എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും തിരിച്ചു വരും. സാറേ ആളിപ്പോ വരും. ഞാനേ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ആള് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഒരു ചെറിയ യാത്ര പറച്ചിൽ, അത്രേ ഉള്ളൂ. വിട പറയാൻ മാത്രം സുഹൃത്തുക്കളായ സാറേ, അപ്പോൾ സാറ് ബനാറസിൽ വന്നപ്പോൾ അവിടുത്തെ എപ്പിസോഡ്സ് ഒക്കെ ആര് ഡബ് ചെയ്യും? 2 ആഴ്ചത്തേക്കുള്ള ഡബ് ചെയ്തിട്ടാ വന്നത്. ആ ഇപ്പൊ ലീവ്. സാറിന്റെ ശബ്ദം എന്തേ അല്ല ഒരു സന്തോഷമില്ലാത്തത്? വരുമ്പോ സന്തോഷിക്കാലോ. ആര്? ഇതല്ലേ ജനാർദ്ദനൻ അപ്പൂപ്പൻ? ഇത് ഞങ്ങളുടെ അപ്പൂപ്പനൊന്നും അല്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും. ചിലപ്പോ താടിയൊക്കെ വെച്ചോണ്ട് മനസ്സിലാവാത്തായിരിക്കും. ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഞങ്ങളുടെ അച്ഛനെ കണ്ടാൽ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പാടില്ലേ? அவர் பாவம்டா. அதுதான் அப்போ ஆனால் ஒரு பார்த்துட்டு போகிற தாத்தாவை தாத்தா வேற பேரில் இங்கே இருந்தாருன்னா இல்லை இவருக்கு என்ன தெரிஞ்சுக்க ஃபோட்டோ என்ன காமிச்சிருந்தா இவர் பாவம்டா. அவர் பாட்டு இருந்தார். அவர் യൂസ് பண்ணுவாங்கன்னு நினைக்கிறேன். அவர் എടുത്തിയാട് തീരുമാനിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്. നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ മാറിയിരിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് വേണമായിരുന്നു. ഇപ്പം ആര് സമാനം പറയും? നീ പറയും. ഞാൻ തന്നെ പറയേണ്ടി വരും. എൻ്റെ അച്ഛന് ഞാൻ മാത്രമല്ല മോനായിട്ടുള്ളത്. അയ്യോ, ഉത്തരവാദിത്തത്തിൻ്റെ കാര്യമൊന്നും പറയല്ലേ. അപ്പൂപ്പനെ കുറിച്ച് എന്തെങ്കിലും കാര്യം അറിയാം? ഈ പറഞ്ഞ എൻ്റെ കാര്യങ്ങളില്ലെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ കാണിക്കണത് കണ്ടിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എത്ര ദിവസം ഇവിടെ തപ്പിയലഞ്ഞ് നടക്കണം? എന്നിട്ട് എന്തെങ്കിലും നടന്നു? എത്ര പ്രാവശ്യം ഞാൻ അനൗൺസ് ചെയ്തു? എനിക്ക് ഉറപ്പുണ്ട് അപ്പൂപ്പിന് ഇത് എവിടെയെങ്കിലും ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ വരൂല. എന്തിനു വരണം? വരാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ട്. ഒരു കച്ചവടം നടത്തി പാളിപ്പോയാൽ അയാളെ കുടുംബത്തിൽ നിന്ന് തന്നെ അങ്ങ് മാറ്റി നിർത്തും അല്ലേ? കുടുംബത്തിൻ്റെ കാര്യമൊന്നും പറയല്ലേ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വല്ലോൻ്റെയും പ്രസ്സിൽ അമ്മ ഈ പ്രായത്തിൽ പണിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആ ചെറുക്കൻ UK അമേരിക്കയിൽ എവിടെയും കണ്ട് പഠിക്കാൻ പോകാൻ വേണ്ടി നിൽക്കണം. അമ്മ വീതം വിറ്റ് കിട്ടി കാശ് കൊടുത്തിട്ട് വേണം അവനെ വിടാൻ. അത്രയെങ്കിലും അവർ ചെയ്യുന്നുണ്ടല്ലോ. ഇത്രയും കാലമായിട്ട് എന്തോ ചെയ്തു? വെറുതെ ഒരു ജോലിക്ക് പോകാതെ റിമോട്ടിലും കുത്തി കളിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ അതൊക്കെ പോട്ടെ. ഇത്രയും കാലമായിട്ട് ഒന്ന് ചിരിച്ച് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്? എൻ്റെ ഓർമ്മയിലില്ല. ആ ചാക്കോൻ്റെ കൂടെ കള്ളും കുടിച്ച് അർമാദിച്ച് ചിരിച്ച് കളിച്ച് നടക്കുന്ന കാണാലോ. അപ്പോൾ അറിഞ്ഞുകൂടാത്തോണ്ടല്ല. പിന്നെ പ്രസ് അത് പൂട്ടിയതല്ല, പൂട്ടിച്ചതാണ്. എല്ലാ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം സന്തോഷങ്ങളും സ്വന്തം കാര്യങ്ങൾ മാത്രം. എന്നിട്ട് ഇല്ലാത്ത കട ഉണ്ടാക്കി എന്നെ ലോക്കാക്കി. അപ്പോൾ പ്രസ് അവിടെ വെറുതെ കിടക്കുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം? പ്രസ് അവിടെ ഇല്ല. അത് വിൽക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാശ് വെച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. കാര്യങ്ങൾ നടക്കട്ടെ. ചിലർ അങ്ങനെയല്ല. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിചാരിക്കും ഈ ശീലങ്ങളൊക്കെ മാറ്റണമെന്ന്. പക്ഷെ നടക്കില്ല. அவர் அவ்வளோ டைலாக் பேசினார். ஒரே டைலாக்ல முடிச்சிட்டாரு. இவரே இவ்வளோ ஹெல்ப் பண்ணுறாரு. மலையாளி வாய்ஸ் இது பிடிச்சிருக்குல்ல. அது ப்ளஸ் மலையாளி. ഓയാ ഞാൻ വിളിക്കണം. അച്ഛാ, ആ വഴി പോകണ്ട, ഞങ്ങൾ പോയതാ. நாடோடிகள் படம் மாதிரி இது பத்தி பாட்டு மாதிரி நாடோடிகள். பப்பு பாண்டியடா டிரைவர். ஓ வாண்டடா. எப்படிலாம் கனெக்ஷன் கொடுக்குறாங்க. ஆக்சுவலி அது உண்மைதான் தெரியுமா. நிறைய பேர் வந்து ஃபைனல் டேஸ் வந்து அங்கே இருக்கணும்னு சொல்லி எங்கள் அம்மாவை ஏதாவது சொல்லுங்கிறாங்க. அங்கே போய் என்ன பண்ணுது? அந்த இடத்துல அந்த ஊரில் வந்து இறந்தா ஏதோ மோட்சம் ஏதோ சொல்லுவாங்கடா. டைரெக்டாக போயிடுவாங்க அந்த இதுக்கு. கலெக்ட் விட்டுருவாங்க. ட்ரெயின் வந்து அவர் கரெக்டாக தான் இருந்தார். இவங்கெல்லாம் மிஸ் ஆகிட்டாங்கன்னு சொன்னாங்க அவர் டிடிஆர். இப்போ அவர் மிஸ் ஆகிட்டாரு. இவங்கெல்லாம் அவங்களுக்கு வாழ்க்கைன்றது ஒரு வட்டம்டா. அந்த மாதிரி தான். இந்த പടമാടാ നല്ല ഇല്ലെന്നാങ്ക. ഏകദേശം ഈ ഏരിയ മൊത്തം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടെത്താനാണെങ്കിൽ ഇതിനകം നമ്മൾ കണ്ടെത്തിയേനെ. ഈ കാശിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമുക്ക് ആരെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ.
ആ കാണാതായ ആളും കൂടെ മനസ്സ് വെച്ചാലേ പിന്നെ നമുക്ക് അയാളെ കാണാം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് സാറിൻ്റെ അപ്പൻ എപ്പോഴും ഇവിടെ ഒറ്റയ്ക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കാശിയിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതല്ലേ നല്ലത്. എൻ്റെ അടുത്തൊരു ഹെൽപ്പാണ് ചോദിച്ചത്. പറ്റൂലെങ്കിൽ അത് പറഞ്ഞാൽ മതി. കർമ്മം നടത്താൻ നിൽക്കണ്ട. ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. ए भाई इतना आधी रात को क्या कर रहा है? जा घर जा। अरे मैं तुम्ही से कह रहा हूँ, मैं तुमको बोल रहा हूँ, घर जाओ। भैया किसको देखा है? इस फोटो को देख। इनको देखा क्या? ध्यान से देख। कहीं ये वही तो नहीं है जो हम लोग निकाले थे लाश को गंगा जी में से? हाँ। और जो हम लोग यहाँ जलाए थे ये तो मुझे वही लग रहे हैं। पक्का? मुझे तो पक्का लग रहा है। യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 12511 വാരണാസിയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. அது அவர் தானே செய்வார். அதான் பாவண்டா பேசி ஜோசப் ஃப்ரெண்டு ஆண்டா ആടാ പാവികളാ പറഞ്ഞിട്ട് വെക്കൂടായിരുന്നു. வீட்ல இருந்து இப்படி ஃபோன் வரும்ல चाको. अरे भैया क्या कर रहे हैं ये? चलिए अब यहाँ से उठिए। अरे जो होना था हो गया भाई साहब। छोड़ो मुझे। मैंने आपके दादा का क्रियाक्रम बहुत अच्छे से किया है। चलिए आप चलिए उठिए। हाँ चलिए ठीक है, हमने सब कर दिया है भाई साहब, सब कर दिया है, सब कर दिया है, सब कर दिया है। போயிட்டாங்க. நின்னோடனே ஃபோன் அடிக்குது. പറയാതെ പോട്ടോ. ആചാരങ്ങളിൽ ഒരുപാട് വിശ്വാസമുള്ള ആളായിരുന്നു അച്ഛൻ. അച്ഛന് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യണം. இதுவார் ரொம்ப ஸ்டைல் பாப்பாது. ഇവര് பார்த்து அவங்களும் பொண்ணு എൻ്റെ അച്ഛനെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ശരി, അച്ഛനെ ഇങ്ങനെ മുട്ടയടിച്ച് ഞാനും കണ്ടിട്ടില്ല. ഇത്ര തകർന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ஆனால் பார்த்தியா எல்லாம் ஒன்று சென்ட்டாங்க. ആ ചേട്ടാ, നിങ്ങളിത് എവിടെയാടേ? എത്ര നേരം കൊണ്ട് കിടന്ന് വിളിക്കണ്ടേ? ചേട്ടാ ഞങ്ങൾ കാശി തന്നെയായിരുന്നു, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കാശിയില്ല? നിങ്ങൾ ഇതുവരെ വന്നില്ലേടേ? നിങ്ങൾ അപ്പൂപ്പത്താ ഇവിടെ വന്നിരിക്കുന്നു. ഓ, നിങ്ങൾ അപ്പൂപ്പനാണെങ്കിൽ ഇവിടെ രവിയാമിന്റെ ഫോട്ടോയുടെ മുമ്പേ വന്നിരുന്നോട്ട് ഒരേ കരച്ചില്ല. നീയൊക്കെ എന്താണ് ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്? തിരുവനന്തപുരത്താ? പിന്നെ തിരുവനന്തപുരത്തല്ലാതെ പിന്നെ മരിച്ചിനി പെടയിലായിരിക്കും. നിങ്ങളൊക്കെ പാടേ ഇങ്ങോട്ട്. അപ്പൂപ്പൻ വീട്ടിലുണ്ടെന്ന്.
അപ്പൂപ്പൻ വീട്ടിലുണ്ടെന്ന് തിരുവനന്തപുരത്ത്. ഈ അച്ഛൻ്റെ മകനായിട്ട് ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകെ. ഇനി ഇങ്ങനെ ആര് പറഞ്ഞു മനസ്സിലാക്കും? അച്ഛാ അച്ഛാ അപ്പൂപ്പൻ വീട്ടിലുണ്ടെന്ന്. അപ്പൂപ്പൻ വീട്ടില് തിരുവനന്തപുരത്തുണ്ട്. ആ പാട്ടൊന്ന് ഓഫ് ചെയ്യൂ. എന്നാലും എന്തോന്നടേ ഒരു ലൂണാർ ചെരുപ്പ് കണ്ടിട്ട് അച്ഛൻ മരിച്ചു എന്നൊക്കെ വിചാരിക്കണത്. നിങ്ങളെന്തിനാ ഇറങ്ങി ഓടിയത്? നിങ്ങൾക്ക് ഓടിക്കൂടായിരുന്നു? അല്ലെങ്കിൽ ആ ചെരുപ്പ് വേണ്ട അങ്ങനെയൊക്കെ തന്നെ തോന്നും. അത്രയ്ക്ക് മാച്ചായിരുന്നു. ഇന്ത്യയിൽ തേഞ്ഞ ലൂണാർ ചെരുപ്പ് നിന്റെ അപ്പൂപ്പന് മാത്രമേ ഉള്ള. എൻ്റെ മുടിക്കാറ് സമാനം പറയും. ഒരു പെണ്ണുകാർ എന്തൊക്കെ കോപ്രായങ്ങളെല്ലാം കൂടെ കാണിച്ചു കൂട്ടി കല്യാണവും മുടങ്ങി. അതിന് അവളെന്ത് ചെയ്തു? ഒരു സൈക്കോ പുറകടന്നാണ് അവളെ ഇത് പറ്റ്. അല്ലെങ്കിൽ അത് പ്രേമമൊന്നും അല്ലായിരുന്നു. നമ്മളത് മനസ്സിലാക്കണമായിരുന്നു. നമ്മളല്ല നീ. ഞാനാ കൊച്ചിനെ വിളിച്ചിരുന്നു. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാത്തവർ തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കണതാണ് നല്ലത്. കാണുന്നില്ലല്ലോ. നിങ്ങൾ ആ ചാക്കോ എന്ന് വിളിച്ചു നോക്കിയാണ്. ആ ദാണ്ട് വരണം. അച്ഛനെവിടെ? എടേ അച്ഛൻ എവിടെയെന്ന് അതൊക്കെ പിന്നെ പറയാം. അച്ഛൻ എവിടെയെന്ന് പറ. അച്ഛൻ എവിടെ ഉണ്ട്? ഇവിടെ ഇല്ല, ഞങ്ങൾ എല്ലായിടത്തും നോക്കി. ഞാൻ രാവിലെ കഞ്ഞി കൊണ്ട് കൊടുത്തല്ലേ ഉള്ളൂ. അച്ഛൻ മരിച്ച 3-ന്റെ അന്നോട്ട് മാമ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ 2 നാണ് അവിടെ കൊണ്ടാക്കിയായിരുന്നു. ഇന്നിപ്പോ രാവിലെ ഒന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചിതാവസ്ഥ. എൻ്റെ അച്ഛൻ്റെ നിങ്ങളച്ഛൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പിന്നെ അവർ ഭയങ്കര കൂട്ടല്ലാണ്. അവർ കാശിയിലൊക്കെ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ജീവിച്ചിരുന്നപ്പോഴേ ഒന്നും നടന്നില്ല. ഞാൻ പോട്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ചിതാഭസ്മം എടുത്തങ്ങ് കൊടുത്തു. അതും കൊണ്ട് രാവിലെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. റെയിൽവേ സ്റ്റേഷൻ? ഇതെന്താണ് തലയൊക്കെ പൊട്ടി? അതൊക്കെ പിന്നെ പറയാം. അപ്പൂപ്പൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഒരു വാക്ക് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നു. ഞങ്ങൾ എത്ര അലഞ്ഞെന്നറിയോ? അങ്ങോട്ട് പോയ മാനസികാവസ്ഥയിലല്ല. അച്ഛനെന്ന് ഇറങ്ങി വാ. നമുക്ക് എല്ലാവർക്കും കൂടി വേറൊരു ദിവസം ഒരുമിച്ച് ഇല്ല. എന്തോന്ന് വെച്ചാ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ വീട്ടിൽ പോയിട്ട് ആലോചിച്ച് തീരുമാനം. അപ്പൂപ്പനെ കൊണ്ടുപോവാ. ഞാനല്ല പറയണം. വേണ്ട, ഞാൻ ഒറ്റക്ക് പോക്കോളാം. എനിക്ക് തോൽക്കണം. നിൻ്റെയൊക്കെ കൂടെയുള്ള യാത്ര എനിക്ക് വയ്യ. എന്നെ ഒന്ന് വെറുതെ വിടണം. ഒരു യാത്ര പോകണത് എങ്ങനെയാണെന്ന് എനിക്കൊക്കെ ഉപ്പ ഇപ്പൊ പഴയ പോലൊന്നുമല്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല. മറ്റേ പപ്പൂല്ലേ എന്നെ തല്ല്, അവനെ വീണ്ടും കണ്ടു. അച്ഛനൊരേ മാസ്. പോയി അവൻ്റെ ചേട്ടത്തൊരെണ്ണം പൊട്ടിച്ചിട്ട് വേണം. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ലുക്ക് മോനെ. കൈയും മടക്കി തലയും വെട്ടിച്ച് ഒറ്റ നടപ്പായിരുന്നു. നല്ല വിജയ് സ്റ്റൈല്. അടിച്ചെന്നു. അയ്യോ കൊള്ളാച്ചാ, ഇവ അടിച്ച്. தாத்தா எடுத்துட்டு போகல எப்படியா? ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത ടീച്ചർ விட்டாங்க. திருப்பி அந்த பையன் வர போறாங்க.
ജാലിயாக തന്നെ இருந்துச்சு. ഇത്രയും ദൂരം അച്ഛൻ ഒറ്റയ്ക്ക് പോവെന്തോ. നമ്മുടെ കൂട്ടത്തിൽ കറക്റ്റായിട്ട് പോയാലും ഇത്തവണയെങ്കിലും അച്ഛൻ സമാധാനമായിട്ട് പോയിട്ട് വരട്ടെ. ஸோ அருமையான ஒரு படம். ஃபேலிமி செம ஃபன்னு, செம்ம ஜாலியாக இருந்தது. ரொம்ப நாள் கழிச்சு ஒரு நல்ல ஃபன் மூவி. அது ஃபுல் ஃபன்னுன்னு சொல்ல முடியாது, ஃபுல் ட்ராமான்னு சொல்ல முடியாது. பாதி கரெக்டாக இருந்துச்சு, லெவலாக இருந்துச்சு. நம்ம ஜானிமன் பார்த்தோம்ல, ஸோ அது வந்து கிளைமேக்ஸில் தான் வந்து ஒரு இது இருந்துச்சு. அது வரைக்கும் என்ன எப்படி போகுது, ஆனால் அது வந்து என்டையராகவே சூப்பராக இருந்துச்சு படம். மொத்த ஃபேலிமியும் சரி, ஒவ்வொருத்தரோட ரோலும் சூப்பராக இருந்தது. பெசில் ஜோசப்லாம் சில சீன்லாம் அப்பா அவரு எல்லா எந்த ரோலாக இருந்தாலும் செம்மையாக பண்ணிடுறாங்க, சூப்பராக பண்ணிருந்தது. நீ ஜாய் மோனுக்கு அதுக்கு எவ்வளோ வேரியேஷன் இருக்கு. இது அப்புறம் வந்து இந்த ஜெய அது இதெல்லாம் பயங்கர வேரியேஷன் இருக்காங்க. நல்லா நடந்தார் அவரும் சரி, அவங்க மதரும் சரி. அவங்க என்ன ஹோம்ல வருவாங்கல்ல, அவங்க ஹோம் இதுல கூட வருவாங்க ஒரு ஜெயல கோட் சீன் ஏடா ராஜேஷ் அப்படின்னு. அது நிறைய இது அவங்களும் சூப்பரா பண்ணிருந்தாங்க. மனசு இல்லாம மனசு ஒத்து போகாம கல்யாணம் பண்ணி பிரச்சனையாகிறதுக்கு பண்ணாம சொல்லிட்டு திரும்பி பார்த்தாங்க. என்ன சொல்றது அவரு, அவங்க அப்பா கேரக்டர் ஒரு சிங்க்ல எல்லாமே இருக்காரு. அது எல்லா ஃபேமிலியிலும் ஒரு கேரக்டர் அப்படி இருக்கும், சீரியஸா இருக்கும். எனக்கு அப்படியே இன்னும் எங்க ஃபேமிலி பார்க்குற மாதிரி அது எல்லா ஃபேமிலியிலும் அந்த மாதிரி ஒரு ஃபாதர்னு கிடையாது, ஒரு கேரக்டர் இருக்கும். ஒரு பெரியப்பாவோ ஒரு சித்தப்பாவோ அந்த மாதிரி ஒரு கேரக்டர். அவங்க பாட்டி எங்கேயாவது போயிடுவாங்க, அவங்கள தேடி நம்ம போனோம் முன்னாடி. ஆப்போசிட் நேர ஆப்போசிட் இருப்பாங்க. தாத்தா கேரக்டரா, தாத்தாவும் நல்லா எல்லாருமே அந்த இந்த தாத்தா தான் ரொம்ப பாமாச்சு. அந்த மாடி மலர்ந்து வந்தார் ஒருத்தர். நான் எதுக்கு கூட யாருன்னா ஒருத்தர் கூட கூப்பிட்டு போயிருக்கலாம். அவரு ஹெல்ப் பண்றவர் டைரக்டா பேர் வச்சு மட்டும் போய் அவர் கூட்டிட்டு வந்து இல்ல. ஆனா அவருக்கு ரொம்ப ஹர்ட்டிங்கா இருக்கும், ஏன்னா அவர் பல வருஷமா அங்க இருக்காரு போல. அவர் வந்து பல வருஷமா இருந்து காசில என்னென்ன எப்படிலாம் அப்படின்றத காட்டிட்டாங்க. அவர் அந்த இவரு நினைச்சு பண்ணா நம்ம ஹெல்ப் பண்ணும்போது தாத்தா கூட்டும் போது வேற ஏதாவது சீன் காட்டலாம் அப்படின்னு வச்சிருப்பாரு. பாவம் அந்த தாத்தா தான் மனசு ரொம்ப ஸ்லோ. ஆனா அந்த காமிச்சிட்டு அதுக்கப்புறம் ஹெல்ப் பண்ணும்போது நம்மளுக்கு ஒரு கியூரியாசிட்டி வந்துச்சு, பாத்தியா கடிச்சிருவாரா இல்லையா அப்படின்னு. ஃபர்ஸ்ட் டைம் காமிச்சிருந்தா அந்த இது வந்திருக்காது. ஓகே கிளம்பி கேரளாக்கே வந்துட்டு தாத்தா இருந்துச்சு வண்டர்லெஸ் ஷாக்கிங்கா இருக்கு. ரெண்டே இறந்துட்டாங்கன்னு ஒண்ணு அவரு கிளம்பி வந்து மைண்டே இல்ல. அவர் ஃபர்ஸ்ட் நாளே கிளம்பிட்டு இருக்காரு. அவரு 3 மணிக்கே கிளம்பிட்டு இருக்காரு அவரு. இவங்க 3 நாளைக்கு தேர்ந்துக்கிறாங்க. டிராவலிங் 3 நாள்ல. ஆனா அந்த சீனு வெறும் செருப்பு வச்சுட்டு அடிச்சு தலையில எல்லாம் அடிச்சிட்டு சமர்சிச்சிருப்பாங்களா. அது எப்படின்னா அது அந்த தாத்தா வந்து கேரளா வந்துட்டாருன்னு காட்டுறதுக்கு முன்னாடி மியூசிக்லாம் போட்டு ரொம்ப சேடா காட்டினாங்க. ஒரு எமோஷனலான சீனு. அது இந்த தாத்தா கேரளா வந்ததுக்கு அப்புறம் ஒரு சீன் மியூசிக் பேக்ரவுண்ட்ல வந்து செம்ம டிரான்சிஷன். அது ஃபுல் அண்ட் ஃபுல் ஃபேமிலியா எப்படி இருக்கணும் அதுக்கான ஒரு மெசேஜா ஒரு நிறைய இருந்துச்சு படத்துல. அண்ட் இல்ல எல்லாரும் வந்து அவங்க ரோல் நல்லா ப்ளே பண்ணுவாங்க. அப்பாவும் சரி, அவங்க அப்பா ஃபேமிலி ஸ்ட்ரக்சரே இப்படிதான் இருக்கும். அவங்க அப்பா வந்து திட்டினே தான் இருப்பாரு. ஒரு வாட்டியா சிரிச்சாது பேசியிருக்காரு. அவர் திருப்பி ஒரு 2 லைன்ல முடிச்சிட்டாரு. பிசினஸ்ல நான் வந்து ஃபெயிலியர் ஆயிட்டேன், அதனால என்ன ஒதுக்கி வச்ச மாதிரியே பண்ணிருக்கீங்க நீங்க அப்படின்னு சொல்லிட்டு என்னோட பிசினஸ் வந்து நான் அந்த கடையை வந்து சேல் பண்றதுக்கு சொல்லிட்டேன். நீங்க அந்த காசை வச்சு ஏதாவது பண்ணிக்கோங்க. அவ்வளவுதான். அந்த போலீஸ் உமன் வந்து கால் பண்ணு சொல்லும் போது அவங்க ஒய்ஃப் அவங்க கொடுத்த ரியாக்ஷனே அப்படியே செம்மையாச்சு. என்ன அப்பா பேரை கூட சேவ் பண்ண வச்சுருக்காரு. அவ்வளோ காண்டில் இருக்காரு அப்பா. எனக்கு யாரோட பேர் சேவ் பண்ணணும்னு எனக்கு தெரியும். நல்லா நான் தான் வேற எதுனா பேர் வச்சு சேவ் இது திட்டுற மாதிரி பேர் வச்சு அசிங்கமா இருக்கும்னு நினைச்சேன். நல்லா இது டீசெண்டா முடிஞ்சிச்சு. நல்ல ஒரு என்டர்டெய்னர், நல்ல ஜாலியாக டீப் மெசேஜஸ் இருக்கிற படம். அன்எக்ஸ்பெக்டட்ல நம்மளுக்கு எப்படி இருக்கும் என்னன்னு ஒன்றும் தெரியாது. ஆனால் நல்லா இருந்துச்சு, சூப்பராக இருந்துச்சு. மற்றவங்களுக்கு எப்படி ஒர்க் அவுட் ஆகுதுன்னு தெரியல, ஆனால் ஃபுல் ஃபன் ஜாலி சண்டே மூவி. ஸோ இந்த வாரம் எங்களோட சஜஷன் என்னென்னா, இதுவும் வந்து ஒரு ஃபாதர் சன்னுக்குள்ள ஒரு கான்ஃப்ளிக்ட் தான். அந்த ஒரு ஃபேமிலி மூவி தான். ப்ளஸ் என்னென்னா இதே மாதிரி தான் அப்பா பையனுக்கு வந்து ஒரு சிங்க் எல்லாமே இருக்கும். ஸோ அதை பேஸ் பண்ணி இன்னும் இதுலாவது பரவாயில்ல காமெடியாக போயிடும். அது ரொம்ப சீரியஸாக காமெடியாகவும் இருக்கும், சீரியஸு ஃபைட்டெல்லாம் நடக்கும். ஸோ எஸ் ஆமாம். ஸோ இந்த வாரம் நாங்கள் சஜஸ்ட் பண்ணுற மூவி என்னென்னு பார்த்தீங்கன்னா எம்டன் மகன். எம்மகன்னு சொல்லுவாங்க, எம்டன் மகன் சொல்லுவாங்க. காமெடி ஆகட்டும், சீரியஸ்னஸ் ஆகட்டும், அது வந்து நாசர் வடிவேல் காமெடிஸ் ஹைலைட் இந்த படத்தில். நாசர் பர்ஃபார்மன்ஸ்லாம் வேறு லெவல் இருக்கும். கிளைமேக்ஸில் ஒரு இதில் வர சீன் மாதிரியே அதில் ஒரு பிரேக் பாயிண்ட் ஒரு சீன் இருக்கும், அதுவுமே நல்லாயிருக்கும். பார்த்துருப்பீங்க. நம்ம ஆல்ரெடி நம்ம இந்த வாரம் சஜஸ்ட் பண்ண மூவி ஒருத்தர் பார்த்துட்டு கமெண்ட் பண்ணியிருந்தாரு. நல்லா
நல்லா அந்த மாதிரி இருக்குது பண்ணுங்க அருமையா இருக்கு எஸ் சந்தோஷமா இருக்கு பார்த்துட்டு நீங்கள் வந்து இந்த படம் நல்லா இருக்குன்னு சொன்னீங்கன்னா அதுவே வந்து இன்னொரு நல்ல சஜஷன் பண்ணணும்னு தான் தோணுது எங்களுக்கு. ஸோ நம்ம போன வாரம் வந்து மிக மிக அவசரம் சஜஸ்ட் பண்ணி ஈவினிங்கே வந்து நம்மளுக்கு கமெண்ட் வந்துச்சு. அவ்வளோ சீக்கிரம் படம் பார்த்துட்டு அதுக்கு வந்து நம்மளுக்கு ரிப்ளை பண்ணியிருந்தாங்க படம் நல்லா இருக்குது அப்படின்னு. ஸோ இந்த படமும் வந்து பாருங்கள், இதுவும் நல்லாயிருக்கும். நான் என்னென்னா இன்டீரியர் வில்லேஜ் அந்த மாதிரி இருக்கும் உங்களுக்கு ஸ்டோரி. ஓரளவுக்கு ஒரு டிபிக்கல் ஃபாதர் இல்லை லொக்கேஷன்ஸ்லாம் சொல்கிறேன். லொகேஷன் லொக்கேஷன்ஸ்லாம் ஒரு வில்லேஜ் அந்த மாதிரி இருக்கும். ஸோ வந்து உங்களுக்கு தமிழ்நாடு வைப்பு கொஞ்சம் கிடைக்கும். யூடியூப்பில் இருக்கா தெரியல, ஆனால் சன்னெக்ஸில் இருக்குது. நீங்கள் வந்து இந்த படம் கண்டிப்பாக பார்க்கணும், பாருங்கள். எஸ். ஸோ நம்ம இன்னொரு வீடியோவில் இன்னொரு நல்ல மூவி ரைட் பண்ணலாம். அன்டில் தென் திஸ் இஸ் AD பரத் signing off. Subscribe.